ഈ ഐഡിയാസൊക്കെ ഇത് ആരുടെ തലേന്ന് വരുന്നത്? ഒരു 2014-15 കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് നടന്നൊരു സമയത്താണ് എങ്ങനെയാണ് താങ്കൾ കൂടി ഇതിൽ കൂടിയത്? ഈ പറഞ്ഞ ഒരു ടൈം പീരീഡിൽ തന്നെ ഞാൻ MBA ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് എൻ്റെ ബ്രദർ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ ഒരു ഇവൻറ്റ്സിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഞാനും ബ്രദറും കൂടിയായിരുന്നു ചെയ്തത്. അപ്പോൾ പിന്നെ ഏതാണ്ട് ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ ജോലിക്കൊന്നും നോക്കിയില്ല, എന്നാൽ പിന്നെ ഇവൻറ്റിൻ്റെ കൂടെ അങ്ങ് പോയേക്കാന്ന് വെച്ചു. അങ്ങനെ ഇരുന്നിരുന്ന് ആ യാത്രയിൽ ഇടയ്ക്കൊരു ഇവൻറ്റുകാരനെ കണ്ടുമുട്ടി. എന്നാൽ പിന്നെ ഇവൻറ്റുകാരനെ കിട്ടി. ശരിക്കും ഇവന്റിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച ഒരു കപ്പിള് എന്ന് വേണമെന്നുണ്ടെങ്കിൽ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ അങ്ങനെയായിരുന്നു. ഞങ്ങൾ എപ്പോഴും പറയും നമ്മൾ ഡിവോഴ്സ് ആവാത്തതിൻ്റെ ഏറ്റവും ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവന്റ്സാണ്. ക്ലയന്റിന്റെ വീടിന്റെ വെളി വരെ തല്ലുണ്ടാക്കിയിട്ട് അകത്തോട്ട് കയറി ഒന്നും അറിയാത്ത പോലെ എല്ലാം സംസാരിച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് തോളെ കൈയിട്ടോടെ ഞങ്ങൾ ഇറങ്ങിയത്. ഇതാണ് ഞങ്ങളുടെ അവരൊക്കെ ശരിക്കും. ഇപ്പം ഒരു ഇവന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു ഇവന്റ് ഒരു വൺ മാൻ ആർമി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ പണ്ട് മുതൽ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് ഈ പറയുന്ന പോലെ എല്ലാം പന്തലും ഞാൻ തന്നെ, ഫുഡ് ഞാൻ തന്നെ, സ്റ്റേജ് ഡെക്കറേഷനും ഞാൻ തന്നെ, ഇത് നോക്കുന്നത് ഞാൻ, നേതൃത്വം നൽകുന്നതും എല്ലാം ഞാൻ എന്നുള്ള രീതിയിൽ പണ്ട് മുതൽ നടക്കുന്നതാണ്. പക്ഷെ അതിപ്പോഴും നന്നായിട്ട് പോകുന്ന പല കമ്പനീസും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർക്ക് വേണ്ടത് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവണം. ഈ പറയുന്ന അതിനൊരു ഡിസൈൻ ബുക്ക് വേണം. അവർക്ക് മൊത്തം ഓരോ കാര്യങ്ങൾ എന്താണ് നടക്കുന്നതിന് മുമ്പായിട്ട് അത് 3D അടക്കം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഒരു ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ അച്ഛനും അമ്മയും സിബ്ലിങ്സും അവിടെ നന്നായിട്ട് ചിരിച്ചുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് നിൽക്കാൻ പറ്റണം. അതുകൊണ്ട് അവർ അത്രയും ടെൻഷൻ നമ്മളെ ആയിരിക്കും ഏൽപ്പിക്കുന്നത്. നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ 2 അതിഥികളുണ്ട്. നമ്മൾ ഈ അതിഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, ആ ഫംഗ്ഷൻ മര്യാദയ്ക്ക് നല്ല വൃത്തിക്ക് നടക്കണമെങ്കിൽ, നമുക്കൊരു ടെൻഷൻ ഇല്ലായിരിക്കണമെങ്കിൽ അത് ആരെങ്കിലും ഏൽപ്പിക്കണം. കാരണം ഒരു ഈവൻറ്റ് കമ്പനീനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നല്ലൊരു ഈവൻറ്റ് കമ്പനിയിലേക്ക് ഒരു വിശ്വാസം നമുക്ക് അർപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം സ്മൂത്തായിട്ട് നമ്മുടെ പരിപാടികളൊക്കെ നടക്കും. നമ്മുടെ കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ വിശ്വാസം ഏറ്റുവാങ്ങിയ ഒരു അടിപൊളി ഈവൻറ്റ് ടീമുണ്ട്. അവരെ നമ്മൾ പിടിച്ചോടെ നമ്മുടെ മുമ്പിൽ ഇരുത്തിയിട്ടുണ്ട്. വെന്യൂ ഈവൻറ്റ് പ്ലാനേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ബൈ രാഹുൽ ആൻഡ് അഞ്ജലി. വെൽക്കം ടു യുവർ ഷോ. ഏതായാലും നമ്മൾ ഇവൻറ്റ് ടീമുകളെ കുറിച്ച് എല്ലാവർക്കും ഓരോ ഇവൻറ്റ് ടീമായിട്ട് കണക്ഷൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാം നമുക്ക് ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. വേറെ എവിടെയും ഒരു കാര്യം അന്വേഷിച്ച് നടക്കണ്ട. ഈ ഐഡിയാസൊക്കെ ഇത് ആരുടെ തലേന്ന് വരുന്നത്? അല്ല, ഓൾറെഡി ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഓൾറെഡി നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2014-15 കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് നടന്നൊരു സമയത്താണ്. ശരിക്കും ആ സമയത്ത് നാട്ടിൽ നമുക്ക് വേറെ പ്രോഗ്രാം ഒന്നുമില്ല. എന്തെങ്കിലും കിട്ടുന്ന എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ ഒരു സാധാരണ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിയുന്ന ഒരാളുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതായിരുന്നു ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പോയപ്പോൾ എൻ്റെ ഒരു ഫാമിലിയിലുള്ള ഫ്രണ്ട്സിലുള്ള ഒരു 2-3 പേരുടെ വെഡ്ഡിങ് വന്നു. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എന്നോട് ചോദിച്ചു, നാട്ടിലുണ്ടല്ലോ, നീ ഒന്ന് നോക്കാവോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും നാട്ടിലൊന്ന് അറേഞ്ച് ചെയ്യാവോ എന്ന് ചോദിച്ചു. നാട്ടിലൊരാൾ വേണമല്ലോ. എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് എഞ്ചിനീയറിംഗ് പഠിച്ചൊരു ഫ്രണ്ട്. അപ്പോൾ ഇവനെ പറഞ്ഞാൽ നീ ഇതുപോലെ ഒന്ന് ആരെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് തരണം എന്ന് ഞാൻ പറഞ്ഞു. ഓ, തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ ആ ഒരു മാസം മൊത്തം എൻ്റെ ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ നല്ല ഇവൻറ്റ് കമ്പനീസ് ആരുണ്ട്, ഇവരുടെയൊക്കെ റേറ്റ്സ് എന്താണ്, ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു ബിസിനസ്സിനെ പറ്റിയുള്ള ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇവൻറ്റ്സിനെ പറ്റിയുള്ള സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം എല്ലാവരുടെയും റേറ്റ്സ് ഒക്കെ കേട്ടു, എല്ലാവരും ചെയ്യുന്ന രീതികൾ. അപ്പോൾ ഞാൻ കൊള്ളാമല്ലോ, എങ്കിൽ പിന്നെ ഇതൊരു കൈ നോക്കിയാലോ. അപ്പോൾ ഓൾറെഡി നമുക്ക് പണ്ട് മുതൽ ഓരോ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കൈ നോക്കിയാലോ എന്ന് തോന്നി. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് കിടക്കാനായിട്ട് പോകുന്ന സമയത്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്, എങ്കിൽ പിന്നെ നമുക്ക് നാളെ മുതൽ ഇവൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അത് ഒരു പ്ലാനും ഇല്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചോട്ടെ നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാമോ. അങ്ങനെ എൻ്റെ ഒരു കസിനാണ് പേര് സജസ്റ്റ് ചെയ്യുന്നത്. വെന്യൂ എന്ന് പറയുന്ന നല്ലൊരു പേരായിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, നാളെ ഇന്ന് മുതൽ ഞാനൊരു ഇവൻറ്റ് കമ്പനി തുടങ്ങാൻ പോകും. അങ്ങനെ തുടങ്ങിയിരിക്കും. അന്നൊരു വിസിറ്റിംഗ് കാർഡ് മേടിച്ച്
അന്നൊരു ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് വെന്യൂസ് എന്ന് പറയുന്നത്. ഇത്ര അന്വേഷിച്ചപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി. അതെ, അത്ര അന്വേഷിച്ചപ്പോൾ അല്ലാതെ നമ്മൾ ഇതിന് മുമ്പ് ഒരു ഇവന്റ് തുടങ്ങണം എന്നോ അങ്ങനെയുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു. എല്ലാവരും പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. ആ സമയത്തിന് കുറേ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ചെയ്തതെല്ലാം ഒരു സൈഡായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് വെന്യൂസ്. ഓക്കെ, എങ്ങനെയാണ് താങ്കൾ കൂടി ഇതിൽ കൂടിയത്? ആക്ച്വലി ഈ പറഞ്ഞ ഒരു ടൈം പീരീഡിൽ തന്നെ ഞാൻ MBA ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് എൻ്റെ ബ്രദർ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ ഒരു ഇവൻറ്റ്സിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഞാനും ബ്രദറും കൂടിയായിരുന്നു ചെയ്തത്. അപ്പോൾ പിന്നെ ഏതാണ്ട് ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ ജോലിക്കൊന്നും നോക്കിയില്ല, എന്നാൽ പിന്നെ ഇവൻറ്റിൻ്റെ കൂടെ അങ്ങ് പോയേക്കാന്ന് വെച്ചു. അങ്ങനെ ഇരുന്നിരുന്ന് ആ യാത്രയിൽ ഇടയ്ക്കൊരു ഇവൻറ്റുകാരനെ കണ്ടുമുട്ടി, എന്നാൽ പിന്നെ ഇവൻറ്റുകാരനെ ഞാൻ കിട്ടിയേക്കാന്ന് വെച്ചു. കൊറോണ സമയത്തായിരുന്നു ശരിക്കും ഞങ്ങളുടെ കല്യാണം. അപ്പം ഈ കൊറോണ സമയത്ത് ശരിക്കും ഇത് അറേഞ്ച് മാരേജ് ആണ്. കുറേ ഈ മാട്രിമോണി നോക്കി നമ്മൾ കുറേ കല്യാണങ്ങളൊക്കെ നോക്കി. ഞാനിപ്പോഴും പറയും 1458 റിക്വസ്റ്റ് ഞാൻ അയച്ചു, എന്നിട്ട് പോലും നമ്മുടെ നാട്ടിൽ ശരിക്കും എന്താ ഇപ്പം മേ ബി ഇനി ഞാനും ചിലപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും നോക്കുക. ജോലിയുള്ള ആൾക്കാരെ മാത്രമാണ് നോക്കുന്നതെന്ന് തോന്നുന്നു ബിസിനസ്. അല്ലെങ്കിൽ പിന്നെ ഒരു ഹൈ എൻഡ് ബിസിനസ്സുകാരനാവണം. ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ബിസിനസ്സുകാരന് പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എല്ലാവരും പേടി ഇത് എപ്പോഴേലും പൂട്ടാം, ഇതാണ് എല്ലാവരും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ മനസ്സിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ മതിയായിരുന്നു എന്നൊരു ഭയങ്കര ആഗ്രഹം. അങ്ങനെ കുറേ നോക്കി. അപ്പോഴാണ് ആളുടെ ബ്രദറുമായിട്ട് നല്ല ക്ലോസ് ആയിരുന്നു. അപ്പം അങ്ങനെ എപ്പോഴും ആ സമയത്ത് വന്ന ഒരു ആലോചനയായിരുന്നു. എങ്കിൽ പിന്നെ ഇത് തന്നെ മതി എന്ന് തീരുമാനിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ വന്ന് ഈ പറയുന്ന പോലെ ഒരു വർഷത്തോളം കാലം ഈ എന്താ പറയുക നമ്മളിത് എങ്ങനെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പറഞ്ഞ് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഓക്കെ. എത്ര റിക്വസ്റ്റ് അയച്ചു? 1958. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒരു ഡിപ്രഷൻ വരുമല്ലോ, ഇത്രയും അയച്ചിട്ട് പോലും. അതുകൊണ്ട് ഞാൻ ഈ നമ്പർ ഇങ്ങനെ ചുമ്മാ രാവിലെ മുതൽ ഇങ്ങനെ അങ്ങ് അയക്കില്ലേ വെറുതെ. ഇത്രയും ഇത് അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഈ ടൈമിൽ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത്? എന്താണ് കണ്ടത്? ഒറ്റയൊരു കാര്യം, എസ്പെഷ്യലി ബിസിനസ്സുകാരനെ അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരാളെ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നിയത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ബിസിനസ്സുകാരനാണല്ലോ, എന്നാൽ പിന്നെ ഓക്കെ എന്തായാലും കല്യാണം കഴിക്കണം. അപ്പൊ പിന്നെ സമാധാനമായി. ശരിക്കും ഇവന്റിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച ഒരു കപ്പിള് എന്ന് വേണമെന്നുണ്ടെങ്കിൽ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ അങ്ങനെയായിരുന്നു. ആക്ച്വലി ബ്രദറും ഓൾറെഡി ബിസിനസ്സിൽ തന്നെയാണല്ലോ, അപ്പൊ ആളും പെണ്ണ് അന്വേഷിച്ചുകൊണ്ട് നടക്കായിരുന്നു. അപ്പൊ ആൾക്കും ഓൾറെഡി ഇയാൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളെ പറ്റി നന്നായിട്ട് അറിയാലോ, പിന്നെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ പിന്നെ ശരി എന്തോ ഒരു ഫയർ ഉണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും എന്ന് വെച്ചിട്ട് അങ്ങ് കെട്ടിച്ചു. ഇതിനകത്ത് വേറൊരു കോമഡി ഉണ്ട്. ഞങ്ങൾ മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അപ്പൊ ഞങ്ങൾ ഈ അടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ക്ലൈന്റിനെ കാണാൻ പോകുമ്പോൾ ഇവിടുന്ന് ആ വീടിന്റെ മുറ്റത്ത് വരെ ഫുള്ള് വഴക്ക്. അപ്പൊ ഞങ്ങൾ ഈ വണ്ടിക്ക് വാവല്ലോ ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചു ഞങ്ങൾ എപ്പോഴും പറയും നമ്മൾ ഡിവോഴ്സ് ആവാത്തതിന്റെ ഏറ്റവും എന്താ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവന്റ്സാണ്. ബിക്കോസ് നമുക്ക് കോമൺ ആയിട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇവന്റിന്റെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ ഞങ്ങൾ ഇനി വഴക്കാണെങ്കിലും എവിടെയെങ്കിലും ഒരു ചർച്ച കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടീമായിട്ട് പോരുന്നതങ്ങ് ആ ക്ലൈന്റിന്റെ വീടിന്റെ വെളി വരെ തല്ലുണ്ടാക്കിയിട്ട് അകത്തോട്ട് കയറി ഒന്നും അറിയാത്ത പോലെ എല്ലാം സംസാരിച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് തോളെ കൈയിട്ടോടെ ഞങ്ങൾ ഇറങ്ങിയത്. ഇതാണ് ഞങ്ങളുടെ അവരൊക്കെ പറയൂലേ നല്ല മനുഷ്യന്മാർ അല്ലേ. ശരിക്കും അങ്ങനെ ആൾക്കാർക്കൊക്കെ ഭയങ്കര അത്ഭുതവും, നിങ്ങൾ വഴക്കൊന്നും ഇടത്തില്ല അല്ലേ, എന്ത് രസം, എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. പക്ഷെ അതൊന്നും അല്ല, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും അടുത്ത വഴക്ക് അതേ അവസ്ഥയാ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് കല്യാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് വിശേഷങ്ങളെക്കുറിച്ച് അറിയാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെഡ്ഡിങ് ടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ തന്നെ ഒരു പോഡ്കാസ്റ്റിംഗ് ചാനൽ, അതേപോലെ തന്നെ നമ്മുടെ AR റെന്റൽസ് അല്ലേ, എല്ലാത്തിനും ഓരോ സെക്ഷൻ വെച്ചിട്ടുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, നമുക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ചടങ്ങുകളെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പോഡ്കാസ്റ്റ് ചാനൽ എടുത്ത് നോക്കിയാൽ മതി. ഇനി എന്തെങ്കിലും തീമുകൾ കാര്യങ്ങൾ ഇതൊക്കെ അവിടെ വന്ന് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഇനി ഒന്നും കൂടിയുണ്ട്, വെന്യൂ സീരീസ്. അത് വെന്യൂ സീരീസ് ഉണ്ട്, അതുപോലെ കിഡോസ് എന്നും പറഞ്ഞുകൊണ്ട്. അതായത് വെന്യൂ സീരീസ് എന്ന് പറഞ്ഞത് ശരിക്കും കേരളത്തിലുള്ള എല്ലാ വെന്യൂസിനെ പറ്റിയും പറയുന്ന ഞങ്ങൾക്ക് ഒരു ചാനലുണ്ട്. അത് വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഫേസ് ചെയ്ത ചില പ്രശ്നങ്ങൾക്ക് അതേപോലെ തന്നെ സെയിം പ്രശ്നങ്ങൾ മറ്റുള്ള ഇവന്റ് കമ്പനീസ് ഫേസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മറ്റുള്ള ക്ലയൻസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് നമ്മളെ കൊണ്ട് പറ്റും വിധം ചെറിയ ചെറിയ സൊല്യൂഷൻസ് കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതെ, അതിന്റെ ടിപ്സ് അല്ല, ശരിക്കും ഒരു വെന്യൂവിന്റെ നമ്മൾ റിവ്യൂ പലരും ചെയ്യുന്ന കണ്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റേജ് ഇവിടെ വെക്കാൻ പറ്റും, ഇതിന്റെ മെഷർമെന്റ്സ് എങ്ങനെയാണ്, ഇതുവഴി എങ്ങനെ പോയിട്ട് ഇറങ്ങാൻ പറ്റും,
അല്ലെ ഈ പ്രൊഡക്ഷൻ ടീമുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്ലയൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരു വെന്യൂവിനെ പറ്റിയുള്ള സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 10-40 വെന്യൂസിന്റെ ഇത് നമ്മൾ ചെയ്തു. ഇനി ഈ പറയുന്ന പോലെ പൈപ്പ് ലൈനിൽ ഒത്തിരി വെന്യൂസ് കിടപ്പുണ്ട്. ബിക്കോസ് ഒരു ഇവന്റ് പ്ലാനർക്ക് ഇപ്പം മേ ബി കണ്ണൂരുള്ള ഒരാളായിരിക്കാം, ആ ആള് പത്തനംതിട്ട അല്ലെങ്കിൽ കൊല്ലത്ത് ഒരു ഇവന്റ് എടുക്കുമ്പോൾ അവിടുന്ന് അവർ ട്രാവൽ ചെയ്ത് ജസ്റ്റ് ഒരു കോളിന് വേണ്ടിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവിടെ നിന്ന് വരുന്നത് കുറച്ച് ടാസ്ക്കാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെന്യൂ സീരീസ് കൊണ്ട് അപ്പം ഈ കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു ഇവന്റ് പ്ലാനർക്ക് ചിലപ്പം കൊല്ലത്തുനിന്ന് ഒരു എൻക്വയറി ആയിരിക്കാം. ഈ ജസ്റ്റ് ഒരു എൻക്വയറിക്ക് വേണ്ടി ആൾ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഒരു ദിവസം ഫുൾ ഡേ കളഞ്ഞ് ഇവിടെ എത്തി, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു കൊല്ലത്തെ ഒരു പെർട്ടിക്കുലർ ഹോളിനെ പറ്റി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അത് ലീല റാവിസ് ആയിരിക്കാം, അപ്പോൾ ഈ റാവിസിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ വീഡിയോയിൽ ഇവിടെ ഏതൊക്കെ വെന്യൂസ് ഉണ്ടെന്നും അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം ആൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് ക്ലൈന്റിനോട് സംസാരിച്ചിട്ട് നെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു വിസിറ്റ് നടത്തിയാൽ മതിയാവും. അതെ, എല്ലാം നമുക്ക് ഓൾറെഡി മാക്സിമം നമുക്ക് പ്ലാൻ എല്ലാം ഓൺലൈനിൽ കൂടി തന്നെ നടക്കും. അതെ അതെ. അപ്പം ഇവന്റ് ടീമിന് കുറച്ചുകൂടി അതൊരു സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ വെന്യൂ സീരീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. പറ്റും. ഇപ്പോൾ ഓൾ കേരള നമ്മളിപ്പോൾ വർക്ക് എടുത്ത് ചെയ്യുന്നില്ല. 14 ജില്ലയിൽ നമുക്ക് ഇപ്പോൾ എല്ലാവരും പറയും അവർക്ക് എന്ത് നോക്കാൻ, കുറേ സാധനങ്ങൾ റെന്റിന് കൊടുക്കുക, എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക, ഇവർക്ക് അങ്ങ് ഇരുന്നാൽ മതി. പക്ഷേ ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ അത് തീർന്ന് അവിടുന്ന് എല്ലാ പ്രോപ്പർട്ടിയും തിരിച്ചെത്തുന്ന ഒരു ടെൻഷൻ എല്ലാവരും ഉള്ളിലുണ്ടാവില്ലേ? പിന്നെ ആ ഒരു ടെൻഷൻ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു ഇവന്റുകാരൻ്റെ ഫാമിലിക്ക് പോലും ഒരുപക്ഷെ അത് മനസ്സിലാവുമെന്ന് അറിയില്ല. മേ ബി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ഒരു സെയിം ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം രണ്ടുപേർക്കും അത് മനസ്സിലാവുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്ന വേറൊരു ഫീൽഡിലുള്ള ഒരാളെ ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ചേട്ടൻ കല്യാണം കഴിക്കുന്ന വേറൊരു ഫീൽഡിലുള്ള ആളാണെങ്കിൽ അവർക്ക് പോലും മനസ്സിലാവില്ല. ബിക്കോസ് അതിനകത്ത് എന്താ പറയുക, ഈ എല്ലാത്തിലുമുള്ള നമ്മളുടെ ഒരു ടെൻഷൻ ഇത് കഴിയുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഒരാളുടെ കല്യാണം കഴിഞ്ഞ് ആ ആളെ ഇറക്കി വിടുന്ന ഹാപ്പിനെസ്, അത് ഒരു പ്രത്യേകതരം ഫീലാണ്. ആ ഒരു ഫീല് നമ്മൾ അനുഭവിച്ചതിനറിയാം. അത് ഓരോ ഇവന്റുകാരനും മേ ബി അനുഭവിക്കുന്നുണ്ടാവും. അതൊരു കിക്കാണ് ശരിക്കും പറയാം. അതാണ് നമ്മളൊരു പൈസയ്ക്ക് ഉപരിയുള്ള ഒരു കിക്കാണ് കിട്ടുന്നത്. നമുക്കൊരു സംഭവം നടത്തി വിട്ടതിൻ്റെ ഒരു ആശ്വാസം. പക്ഷെ അത് തീരുന്നത് വരെയുള്ള നമ്മളടിക്കുന്ന ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛന് പോലും കാണത്തില്ലായിരിക്കും അത്ര ടെൻഷൻ ഉണ്ട്. പക്ഷേ ആ ഒരു ടെൻഷനല്ല ഇത്. നമ്മളൊരു പ്രോഗ്രാം തുടങ്ങി തീരുന്നവരെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർ പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ, പ്രോപ്പർ ടൈമിംഗ് ആണോ, പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ ബാക്കപ്പ് പ്ലാനും കാര്യങ്ങളോടായിരിക്കും ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പോൾ തീരുന്നത് വരെയുള്ള ഒരു ടെൻഷൻ എല്ലായിടത്തും നമ്മുടെ കണ്ണെത്തണം, എല്ലായിടത്തും കണ്ണെത്തണം. ബിക്കോസ് നമുക്ക് ആകെ ഇത്ര ഒരു ടൈം മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മളിനി ഒരു 2 വർഷം എടുത്ത് പ്ലാൻ ചെയ്താൽ പോലും നമുക്ക് ആകെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 8 ചിലപ്പോൾ 4 മണിക്കൂർ, ചിലപ്പോൾ 8 മണിക്കൂർ മാക്സിമം സമയമുണ്ട്. ഈ ചിലപ്പോൾ എല്ലാം നന്നായി കഴിഞ്ഞാൽ ഓക്കെ നന്നായിരുന്നു എന്ന് പറയാൻ ചിലപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. ഇടയിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പക്ഷെ അത് മോശമായി പോകട്ടോ എന്ന് പറയാൻ 1000 പേരുണ്ടാവും. അപ്പൊ അത് കേൾപ്പിക്കാതിരിക്കണം എല്ലായിടത്തും ഓടി നടന്ന് നമ്മളെ നോക്കേണ്ടി. ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ പ്രോപ്പർട്ടീസൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു ചെയർ ഇടുകയാണെങ്കിൽ പോലും ഒരു ഭിത്തിയിൽ തട്ടാതെ നമ്മൾ ഇടുള്ളൂ, കാരണം അത് ഡാമേജ് ആവരുത്. എല്ലായിടത്തും ഒരു പ്രവണതയുണ്ട്, ഇതൊക്കെ റെൻ്റിന് എടുത്തതല്ലേ, വലിച്ചെറിയുക, ഇടുക. നമുക്ക് അവിടെ സാധനം ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരുകയാണെങ്കിലും നമ്മുടെ 1-2 സാധനങ്ങളല്ല, ആ ഒരു ഫംഗ്ഷന് വേണ്ട എല്ലാ ഐറ്റംസിനും ഒരു ഉത്തരവാദിത്തം. അത് അവിടെ ആരെടുക്കുമെന്ന് നമുക്കറിയില്ല, അത് ഡാമേജ് ആവും. ഈ ടെൻഷനൊക്കെ ഉണ്ടാവില്ല നന്നായിട്ട്? തീർച്ചയായിട്ടും ഉണ്ടാകും. ആ ഒരു പ്രവണത കൂടുതലല്ലേ ആൾക്കാർക്ക്, നമ്മുടെ അല്ലാത്തതുകൊണ്ട് എന്തും കാണിക്കാം എന്നുള്ളൊരു സംഭവമില്ലേ? നമ്മൾ കൂടുതലും ഈ റെൻ്റൽ ഹൗസ് ഒക്കെ നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെൻഷൻ ഇതാണ്. കാരണം അവർ ചെയ്ത് ഇപ്പം ഞങ്ങളും ഒരു റെൻ്റൽ ഹൗസ് നടത്തുന്നുണ്ട്. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പറഞ്ഞാൽ അത്രയും പലയിടത്തും ഇപ്പോൾ ഒരു 100 രൂപയുടെ ഒരു സാധനം നമ്മൾ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 100 രൂപയുടെ സാധനം മേടിക്കാൻ വേണ്ടി നമ്മളൊരു 1000 രൂപ കൊടുത്തൊരു യാത്ര ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇതാണ് നല്ലതെന്ന് വെച്ചുള്ള രീതിയിൽ നമ്മളൊരു 100 രൂപയുടെ സാധനം മേടിക്കുന്നത്. അപ്പം ഇതിനെ അത്രയും നന്നായിട്ട് നമ്മൾ കൊണ്ട് വെക്കുന്ന സാധനം ചില ആൾക്കാർ നേരെ വരുന്നു, ഓക്കെ എടുത്തുകൊണ്ട് പോകുന്നു, അവിടെ കൊണ്ടുവച്ചിട്ട് എവിടെയെങ്കിലും തട്ടുന്നു, തിരിച്ചു വരുന്നു. ചിലപ്പം ഈ ക്ലയൻസിൻ്റെ അല്ലെങ്കിൽ കല്യാണത്തിന് വരുന്ന ആൾക്കാർ പോലും ചിലപ്പം അടിച്ചുകൊണ്ടൊക്കെ പോകാറുണ്ട്. ഇതൊക്കെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്, എല്ലായിടത്തും അല്ല എടുത്തുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു 90% നമുക്ക് ഇവിടെ എപ്പോഴും ഒരു 10% നമ്മുടെ ഒരു നഷ്ടമായിട്ട്. അത് എല്ലാ ഇവന്റ് കമ്പനീസിനും അല്ലെങ്കിൽ എല്ലാ റെന്റൽ ഹൗസും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. എസ്പെഷ്യലി ഇപ്പം നമ്മളിപ്പോൾ റെന്റൽ കമ്പനിയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം ഡാമേജ് ആയി കഴിഞ്ഞാൽ ഓക്കെ, ഈ എടുക്കുന്ന ഇവന്റ് പ്ലാനറോട് നമുക്ക് പറയാം ഇത് നിങ്ങൾ ഡാമേജ് ആക്കിയെന്ന്. പക്ഷേ ഈ ഒരു ഇവന്റ് കമ്പനിയായിട്ട് ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ട് ഇത് നമ്മളുടെ നഷ്ടമാണ്. അത് നമുക്ക് ക്ലൈന്റിനോട് പോയി പറയാൻ പറ്റത്തില്ല ഒരു സാധനം മിസ്സായി അല്ലെങ്കിൽ ഇത് ഡാമേജ് ആയി എന്നുള്ളത്. ബിക്കോസ് അത് അവരുടെയും ഉത്തരവാദിത്തമല്ല, അവരായിട്ട് മനഃപൂർവ്വം അതൊന്നും ചെയ്യുന്നുണ്ടാവത്തില്ല. പിന്നെ ഹോളിന് ഏത് വെന്യൂ ആണെങ്കിലും അവരും വല്ലാണ്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഈ ഇവന്റ് ടീം ആണെങ്കിലും
ചിലരെ സംബന്ധിച്ചിട്ട് അവരുടെ സ്റ്റാഫുകൾ പോയി കഴിഞ്ഞാൽ മേ ബി അവിടെ സൂപ്പർവൈസർ ഉണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു അശ്രദ്ധ കൊണ്ടായിരിക്കാം, ഇതൊന്നും അല്ലെങ്കിൽ പോലും ചിലപ്പം സംഭവിച്ചു പോകുന്നതായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പൊട്ടല സാധനങ്ങളൊക്കെ വരും. അപ്പോൾ ഇവർക്ക് ഈ ഒരു പർട്ടിക്കുലർ ഒരു ടൈല് മാറ്റണം എന്നുണ്ടെങ്കിൽ പോലും സെയിം സാധനം കണ്ടുപിടിച്ച് അതൊക്കെ ഭയങ്കരമായ ഒരു എക്സ്പെൻസീവ് ആണ്. ഈ ഒരു ഫീൽഡ് കുറച്ച് നമ്മൾ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്കതിനെപ്പറ്റി അത്രയും ഡെപ്തിൽ ഫീൽ ചെയ്യുന്നത്. എല്ലാവരും കുറച്ച് നന്നായിട്ട് അതിനെ ഒരു ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു ധൃതിയുള്ളൊരു ഇതാണ്, ഇത്ര ടൈമിങ്ങേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ 2 വർഷത്തുള്ള പ്ലാനിങ് ആയിരിക്കും. ആ പ്രോഗ്രാം ഒരു 3 മണിക്കൂറത്തേക്കായിരിക്കും. നമുക്ക് സെറ്റ് ചെയ്യാൻ കിട്ടുന്ന സമയം ചിലപ്പോൾ ഒരു 4-5 മണിക്കൂർ, ചിലപ്പോൾ ഒരു ദിവസങ്ങളൊക്കെ കിട്ടും. ചിലയിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ബാക്ക് പ്രോഗ്രാം ഉള്ള ഹോളുകളിലാണെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ ഒരു റിസപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലത്തേക്കുള്ള സെറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു 4-5 മണിക്കൂറായിരിക്കും. ഈ 5 മണിക്കൂറാണ് ഇത്രയും ആൾക്കാർ വന്ന് സെറ്റ് ചെയ്ത് ഈ സാധനം ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആക്കി ഒരു സ്റ്റേജ് ചെയ്തിട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കളപ്പ് എന്ന് പറയുന്നത് ഈ പലപ്പോഴും പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഇവന്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുസെത്താതെ മരിക്കും എന്ന് പറഞ്ഞ് പലരും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് പോലൊക്കെ തന്നെ രാത്രിയും പകലും ഇല്ലാത്ത രീതിയിൽ ഓട്ടം തന്നെ ഇവന്റ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇവന്റ് ഇത് നടത്തണമെങ്കിൽ ഇപ്പോൾ എന്തും ചെയ്യാൻ നമ്മളും തയ്യാറായിരിക്കണം. ഒരു അവിടെ ഒരു വർക്കർ എത്തിയില്ലെങ്കിൽ ആ പണി നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. അവിടെ ചെന്ന് ഇരിക്കുക എന്നുള്ള സെറ്റപ്പിൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ചില ആൾക്കാർ ബേസിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് പോലെ ഒരു ഇവന്റുകാരൻ എന്ന് പറയുമ്പോൾ എവിടെങ്കിലും ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ആ ആള് ഫ്ലവർ അത്യാവശ്യം ചെയ്യാൻ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ട് ചെന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓണാക്കാൻ പറ്റും എന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രക്ചറിങ് എവിടുന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ വണ്ടി ഓടിക്കാനെങ്കിലും പഠിക്കണം. ഡ്രൈവർ വന്നില്ലെന്നുണ്ടെങ്കിൽ ടെമ്പോ എടുത്തോണ്ട് സാധനം. ഇത്രയും നാള് ഇപ്പൊ ഒരു ഇവന്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഞാൻ പറയാണ്, ഇത്രയും നാൾ ഈ പറയുന്ന പോലെ ഭക്ഷണത്തിൽ ഉപ്പില്ല അങ്ങനത്തെ പരാതികളായിരുന്നു. ഇപ്പൊ അടി നടക്കുന്ന ഒരു കാലമാണ്. പപ്പടം കൊടുത്തില്ല എന്ന് പറഞ്ഞ അടി അടക്കുന്നു. അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ഇതിലുണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും ഇപ്പം ഒരു ഇവന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു ഇവന്റ് ഒരു 1 man ആർമി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ പണ്ട് മുതൽ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് ഈ പറയുന്ന പോലെ എല്ലാം പന്തലും ഞാൻ തന്നെ, ഫുഡ് ഞാൻ തന്നെ, സ്റ്റേജ് ഡെക്കറേഷനും ഞാൻ തന്നെ, ഇത് നോക്കുന്നത് ഞാൻ, നേതൃത്വം നൽകുന്നതും എല്ലാം ഞാൻ എന്നുള്ള രീതിയിൽ പണ്ട് മുതൽ നടക്കുന്നതാണ്. പക്ഷെ അതിപ്പോഴും നന്നായിട്ട് പോകുന്ന പല കമ്പനീസും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർക്ക് വേണ്ടത് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആവണം. ഈ പറയുന്ന അതിനൊരു ഡിസൈൻ ബുക്ക് വേണം. അവർക്ക് മൊത്തം ഓരോ കാര്യങ്ങൾ എന്താണ് നടക്കുന്നതിന് മുമ്പായിട്ട് അത് 3D അടക്കം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ. മാത്രമല്ല ഒരു കോർഡിനേഷൻ എന്നും പറഞ്ഞ് അവർ ആഗ്രഹിക്കുന്നത് അവരൊരു ചെറിയ തീപ്പെട്ടിക്കുള്ളിക്ക് പോലും അവിടെ പോയി നിൽക്കാൻ, അല്ലെ വീട്ടുകാർ പോയി നിൽക്കാൻ പാടില്ല. അപ്പം ഒരു ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ അച്ഛനും അമ്മയും സിബ്ലിങ്സും അവിടെ നന്നായിട്ട് ചിരിച്ചുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് നിൽക്കാൻ പറ്റണം. അതുകൊണ്ട് അവർ അത്രയും ടെൻഷൻ നമ്മളെ ആയിരിക്കും ഏൽപ്പിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇവന്റ് കമ്പനീസിൻ്റെ ആൾക്കാരായിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നോക്കുന്നത്. ഓരോ സൈഡ് നോക്കാനായിട്ട് നമ്മൾ ആൾക്കാരെ നിർത്തുന്നു. അപ്പം അത് ആ ഒരു കോർഡിനേഷനാണ് ശരിക്കും ഇവന്റ് മാനേജ്മെന്റിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് അത്യാവശ്യം വരുന്ന എല്ലാവരും, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കല്യാണം കഴിപ്പിച്ചിട്ട് എല്ലാവരും ഒരു നല്ല റിവ്യൂ പറയാനുള്ള ഏറ്റവും വലിയൊരു റീസൺ പോലും നമ്മളുടെ ടീമാണ്. അത്രയും നന്നായിട്ടുള്ളൊരു കോർഡിനേഷൻ. അതെ, എല്ലായിടത്തും അത്യാവശ്യം നന്നായിട്ട് അവരുടെ ഒരു ശ്രദ്ധ പോകുന്നു. പിന്നെ ഞങ്ങളും നേരത്തെ ഒരു 3-4 വെഡിങ്സ് ഒക്കെ ഒരു ദിവസം ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഫിസിക്കലി ഞങ്ങൾക്ക് 2 പേർക്ക് 2 പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളിടത്ത് ആരെങ്കിലും ആയിരിക്കും, സ്റ്റാഫൊക്കെ ആയിരിക്കും പോവാം. അങ്ങനെ വന്നപ്പം 1-2 സ്ഥലങ്ങളിൽ നിന്ന് ചെറുതാണെങ്കിൽ പോലും കംപ്ലൈൻറ്റ്സ് വന്നു. ബിക്കോസ് നമ്മളില്ലാത്തതിൻ്റെതായിട്ടുള്ളത് കൊണ്ട് വന്നത്. അപ്പം അങ്ങനെ നമ്മൾ 2 വർഷം മുമ്പ് തീരുമാനിച്ചു, ഇനി നമ്മൾ അങ്ങനെ ഇവൻറ്റ്സ് ചെയ്യുന്നില്ല. 2 ഇവൻറ്റ് ഒരു ദിവസം 2 ഇവന്റ് എടുക്കുള്ളൂ. അതിൽ ഞങ്ങൾ 2 പേർ ഓരോരുത്തരുണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മുടെ മേൽനോട്ടത്തിലാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോഴും 2 ഇവന്റ് എന്നുള്ളത്. ഇപ്പൊ 2 ഇവന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലോസ്. അതിൽ കൂടുതൽ ചില ഡേറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻക്വയറീസ് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് തന്നെ അയ്യോ ഇല്ല ബുക്ക്ഡ് ആയി പോയി എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷെ ആ വിഷമത്തിന്റെ പേരിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ചെറുതാണെങ്കിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അടുത്ത് പോയി ക്ഷമ പറയുക എന്നതിലുപരി വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അല്ലെ നമുക്ക് അടുത്ത കല്യാണത്തിന് മാറ്റിത്തരാമെന്ന് പറയാൻ പറ്റുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ല. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നത് വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ എന്താ പറയുക ഫിനാൻഷ്യലി ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഏൽപ്പിക്കുന്ന വർക്ക് വൃത്തിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് മാത്രം എടുക്കുള്ളൂ. അത് നല്ല കാര്യമാണ്. പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത്രയും എൻക്വയറീസ് വരുന്നില്ല, ഞങ്ങൾക്ക് ഡെയിലി 3 വർക്ക് ഉണ്ടായിരുന്നു, 4 വർക്ക് ഉണ്ടായിരുന്നു, ചിലർക്ക് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ 5-6. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയുള്ളതുകൊണ്ട് ഇവരെങ്ങനെ ഇത് ചെയ്യും? കാര്യം ഒന്ന് ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തല കിളി പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ 2, 3, 4 ഒക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെ ഇവർ കോർഡിനേറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു അത്ഭുതത്തോടു കൂടി, ചിലപ്പോൾ അത് അവരുടെ കഴിവ് കൂടുതലായതുകൊണ്ടായിരിക്കും, അറിയില്ല. പക്ഷെ എന്തോ നമ്മളൊരു 2 ഞങ്ങൾ കൊണ്ട് നിർത്തി, നമുക്ക് 2 മതി. നല്ല കാര്യമല്ലേ അത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ തന്നെ പോകുന്ന ഫംഗ്ഷനിൽ
ഒരു ഇവൻറ്റ് ടീം മൊത്തത്തിൽ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് ഫുഡ് നേരത്തിന് എത്തുന്നില്ല, വണ്ടി ബ്ലോക്കിൽ പെട്ട് കിടക്കുക, അല്ലെങ്കിൽ ഫുഡിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ അവിടെ ഓർക്കസ്ട്ര വായിക്കുന്ന ആൾക്കാർക്ക് ആർക്കോ ദേഹാസ്വസ്ഥ വന്നുകൊണ്ട് പാട്ട് പാടുമ്പോൾ അത് വായിക്കാനില്ല. ഇതിനൊക്കെ ഫോട്ടോഗ്രാഫേഴ്സിന് എന്തോ പ്രശ്നം, അവരുടെ വണ്ടി കേടായി, ഇതൊക്കെ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഈ എക്സ്പീരിയൻസിൽ മൊത്തത്തിൽ ഏറ്റവും ടെൻഷൻ അടിച്ച ഒരു മൊമെൻ്റ് ഏതാണെന്ന് പറയാൻ പറ്റും? അതായത് ജനറേറ്റർ. അതായത് ശരിക്കും നമ്മളൊരു കല്യാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് നമുക്ക് ആ ഒരു ദിവസം ഒരു ഇവൻ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഹിന്ദു വെഡിങ് ആണ്, ഞങ്ങൾ രണ്ടുപേരും സൈറ്റിലുണ്ട്. ആ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂമിൻ്റെ എൻട്രി ജസ്റ്റ് വന്നു, ആ ഹോളിലേക്ക് കയറാൻ തുടങ്ങുന്നു, പവർ ഓഫായി, ജനറേറ്റർ ഓഫായി. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നമ്മളെപ്പോഴും ഒരു ടെക്നീഷ്യൻ ഇടാറുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വീണ്ടും കണക്ട് ചെയ്തു. പക്ഷേ വീണ്ടും പയ്യൻ കയറി, അതുവരെ പ്രശ്നമില്ല. ബ്രൈഡ് എൻട്രി വന്നു, ബ്രൈഡിൻ്റെ എൻട്രി വന്ന് സോങ് ബ്രൈഡ് സെൻറ്ററിലെത്തിയപ്പോൾ വീണ്ടും സോങ് ഓഫായി, ലൈറ്റ്സും ഓഫായി. അപ്പോൾ അവിടെ വീണ്ടും അപ്പോൾ നോക്കിയപ്പം ജനറേറ്റർ, അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു, ജനറേറ്ററിനുള്ളിൽ വെള്ളം കയറിയിട്ട് എങ്ങനെയോ സാധാരണഗതിയിൽ അത് വെള്ളം കയറും, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, എന്തോ അങ്ങനെ വെള്ളം കയറിയിട്ടെന്നുള്ള രീതിയിലാണ് നമുക്ക് അറിഞ്ഞത്. എന്തായാലും അത് ഓഫായി. ബാക്കപ്പ് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത്, നമ്മൾ എപ്പോഴും ഒരു ബാക്കപ്പ് ജനറേറ്റർ ഇടാറുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം വരും എന്നൊന്നും കാണാഞ്ഞതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കണക്ട് ചെയ്ത ഇത് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അടുത്തതിലേക്ക് ഇടുക എന്നുള്ളൊരു ഓപ്ഷൻ ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടാകത്തില്ല. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് തലേദിവസം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ നമ്മളൊരു ബാക്കപ്പ് ജനറേറ്റർ എടുത്തിട്ടിരുന്നായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ കണക്ഷൻ മാറ്റി, താലിയുടെ സമയത്തേക്ക് എന്തായാലും പവർ പോയില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പേടിച്ചു തന്നെ, താലിയുടെ സമയം മിസ്സായി പോയി. ഒരു 3 മിനിറ്റ് ടൈം ഞങ്ങൾക്ക് കിട്ടി. 3 മിനിറ്റ് ടൈം കിട്ടിയെന്ന് പറഞ്ഞാൽ ബ്രൈഡ് അകത്തോട്ട് വന്ന് കയറുന്നതിന്റെ തൊട്ട് മുമ്പ് ഇത് ഓഫായി. പക്ഷെ അപ്പോഴത്തെ നാദസ്വരക്കാർക്ക് മൈക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ സൗണ്ട് ഉള്ളത് കൊണ്ട് അതങ്ങ് മാനേജ് ചെയ്തു. ഹോളിനകത്ത് കറണ്ട് ഉണ്ടായത് കൊണ്ട് ഈ പറയുന്ന സ്റ്റേജിനകത്ത് ലൈറ്റ് പോയത് സൗണ്ട് പോയതൊന്നും ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ ഒരു പൂജാരി കയറി വന്ന് എല്ലാവരും ഒന്ന് എന്താ തൊഴുതൊക്കെ നിൽക്കുന്ന ആ ഒരു സമയമുള്ളൂ, പ്രാർത്ഥിക്കുന്ന സമയമുണ്ടല്ലോ. ഇവിടെ ഞങ്ങൾ വലിയ പ്രാർത്ഥന ഇപ്പുറത്ത് തകർക്കുകയാണ്. അപ്പൊ ആ ഒരു 3-4 മിനിറ്റ് കൊണ്ട് എന്തോ അറിയത്തില്ല, പക്ഷെ തിരിച്ച് സ്റ്റാർട്ട്, പഴയ ഞങ്ങൾ ബാക്കപ്പ് ഒരെണ്ണം വെച്ചു, ഇതും സ്റ്റാർട്ടായി. അത് എന്താണ് പറ്റിയെന്ന് എപ്പോഴും അറിയത്തില്ല. പക്ഷെ അന്ന് ഞങ്ങൾ വിളിച്ച ഒരു ദൈവത്തിനെ അന്ന് ശരിക്കും, കാരണം എന്തെങ്കിലും വൺസ് അവിടെ സംഭവിച്ചിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ താലികെട്ട് ഇവർക്ക് വീഡിയോഗ്രാഫിയിലോ അല്ലെ ഫോട്ടോഗ്രാഫിയിലോ കിട്ടാണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാ വെഡിങ്സിനും ഒരു 2 ജനറേറ്റർ അങ്ങനെ ക്ലൈന്റ് അതിന് പേയ്മെന്റ് ചെയ്തില്ലെങ്കിലും നമ്മളെപ്പോഴും നമ്മളുടെ സൈഡിൽ നിന്ന് ഇടാറുണ്ട്. അത് ശരിയല്ലേ? ഈ പലരും അറിയില്ലേ, ഇവിടെ കറണ്ടൊന്നും പോകില്ല, വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ കൊണ്ടുവരുമ്പോൾ തന്നെ അതിന്റെ റെന്റ് ഞങ്ങൾ തരില്ല പറയുന്നതാണ്. ഈ ചില ദിവസം തലേദിവസം വീഡിയോകളിൽ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന്റെ ഒരു വോളിയം എടുക്കുമ്പോഴത്തേക്ക് അവിടെ എത്ര ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് നോക്കുമ്പോൾ തന്നെ ആ ഗസ്റ്റിന് വണ്ടികളിടാനുള്ള സ്ഥലമുണ്ടോ, അല്ലെ പാർക്ക് ചെയ്യാനുള്ള അത്രയും സെക്യൂരിറ്റിമാരുണ്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ദിവസം ഉച്ചക്കലത്തെ പ്രോഗ്രാമും വൈകിട്ടത്തെ പ്രോഗ്രാമും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് പോകുമ്പോൾ 100 വണ്ടി ഇടാൻ പറ്റുന്ന സ്ഥലത്ത് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 50 വണ്ടി ഇടാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ ഒരു ക്രൗഡ് മാനേജ്മെന്റിനുള്ള സ്റ്റാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റത്തില്ല. ഇത് നമ്മൾ പലരോടും പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലെ മാമനുണ്ട്, കൊച്ചച്ഛനുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഇവരൊക്കെ പറയും. സമയത്ത് മാമനും കാണത്തില്ല, കൊച്ചച്ഛനും കാണത്തില്ല, പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യേണ്ട സാധനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം വേറെ ആരും ഇല്ല. നമ്മളിതൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എല്ലാവരും വരുന്ന അവരുടെ ഒരു പ്രോഗ്രാം പിന്നെ എന്താ പറയുക ആഘോഷിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെയുള്ള മാൻ പവേഴ്സിന് ക്രൗഡ് മാനേജ്മെന്റിനൊക്കെ ആൾക്കാർ നിസ്സാര തുകയാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇടുവാണെന്നുണ്ടെങ്കിൽ വലിയൊരു ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും. സത്യം. അപ്പം അന്ന് ആ ഒരു അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൂടെ പ്രശ്നം, ഞാനും ഓടി വന്ന് പിന്നെ സാർ ബുക്ക് കുഴപ്പമില്ല നമ്മളത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ക്രൂവിനെ കൂടെ കൊണ്ടുവന്നത് ചെയ്ത് തീർക്കുമായിരുന്നു. അത് ഒരു വീട്ടിൽ നടന്ന സംഭവമാണിത്. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും എപ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പല വീട്ടിലെയും കുറച്ച് പ്രായമായ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഈ കല്യാണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര കല്യാണം നടന്നേക്കുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പണ്ടത്തെ പോലെ നാട്ടിലെ ആൾക്കാരില്ല. എല്ലാവരും ആ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് അവധിക്ക് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഈ ഇങ്ങനെയുള്ള പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനൊന്നും നടക്കത്തില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട്. പണ്ട് കുറച്ച് ഒരു ഇല കട്ട് ചെയ്യാൻ തന്നെ ഒരു 10 പേരുണ്ടാവും. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ എല്ലാവരും ചിന്തിക്കുക വിളമ്പാൻ കാറ്ററിംഗിന്റെ പിള്ളേരുണ്ടാവുമല്ലോ എന്നൊക്കെ ഓൾറെഡി ഉറപ്പിച്ചിട്ടാ വരുന്നത്. സത്യം ഈ വിളമ്പി കൊടുക്കാൻ കാറ്ററിംഗിന്റെ പിള്ളേര് വേണ്ടെന്ന് പറയുന്ന ആളുകളും ഇപ്പോഴും ഇല്ലേ? അതെ, വീട്ടിൽ നിന്ന് നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ ഉണ്ടാവും. ശരിക്കും അവരോട് ചെയ്യുന്ന ഒരു ചതിയാതെ പറയുന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പറയും ഫുഡ് നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവരണം, വിളമ്പാൻ ഒരാളെ കൂടെ നിർത്തണം എന്ന് പറയാറുണ്ട്. കാര്യം നമ്മൾ നമ്മുടെ വീട്ടിൽ അതിഥികളായിട്ട് വന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ വിളമ്പോൾ അവർക്ക് പിന്നെ ബാക്കിയുള്ളവരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അവർ ആ തിരക്കിലായിരിക്കും, അവിടുന്ന് മാറാനും പറ്റില്ല. ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാ ക്ലയൻസിനോടും പറയാറുണ്ട്, ഇത് നിങ്ങൾ 4
പേര്, ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ മക്കൾ എന്നുള്ള 3-4 പേരായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് മീറ്റിംഗ്സിൽ കാണുന്നതും സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 4 പേരെ കൂടാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയം ബിസി ആയിരിക്കും. ഒരാളെ കൂടെ വേണമെങ്കിൽ ഇതിലേക്കൊരു പാർട്ടായിക്കോളൂ. അല്ലാതെ ഈ പറഞ്ഞ 10 പേര് വന്ന് അഭിപ്രായം പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇപ്പം ആ ആൾ പറയുന്നതും ഫാമിലിയിൽ നിന്നാണ്, ഈ ആൾ പറയുന്നതും ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ 2 പേര് പറയുന്നത് കേൾക്കണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു പ്ലാൻ അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. പെട്ടെന്ന് ചിലപ്പോൾ നമുക്കൊരു സാധനം എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാനായിരിക്കും. അപ്പോൾ ഇയാൾ പറയുന്നു ഇവിടെ വെക്കണ്ട, ലെഫ്റ്റ് വെക്കണം, അടുത്ത ആൾ പറയുന്നു റൈറ്റ് വെക്കണം. അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ ഒരാളോട് മാത്രം പോയിട്ട് ചോദിക്കുന്നു, ഇത് ഇങ്ങനെ വെക്കട്ടെ, ഇങ്ങനെ വെച്ചാലായിരിക്കും ഓക്കെ. അപ്പോൾ ആ ആൾ ഓക്കെ പറയുന്നു. അപ്പം നമുക്ക് ഫാമിലിയിൽ നിന്ന് എപ്പോഴും വേണ്ട ഒരു സപ്പോർട്ട് അതായിരിക്കും. മേ ബി എനിക്ക് തോന്നുന്നു എല്ലാ ഇവൻറ്റ് കമ്പനീസും അല്ലെ ഇവൻറ്റ് പ്ലാനേഴ്സും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പറഞ്ഞ കുറേ ആൾക്കാർ വന്നിട്ട് അഭിപ്രായം പറയാന്നുള്ളത്. അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ ഫാമിലിയിലെ വെഡിങ് ആണ്, അവർ ചിലപ്പോൾ വർഷങ്ങളോളം കാത്തിരുന്നിട്ട് ഇതിനകത്ത് കാര്യങ്ങൾ നോക്കുക അല്ലെങ്കിൽ ഈ കല്യാണത്തിൽ പങ്കെടുക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടായിരിക്കും വരുന്നത്. പക്ഷേ ആ ഒരു പ്രശ്നം കാരണം അവർ മനസ്സിലാക്കുന്നില്ല ഈ ആളെ പോലെ തന്നെ അടുത്ത ആളും 10 പേര് പറയുമ്പോൾ നമുക്ക് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത്. ആ ഒരു സപ്പോർട്ട് എല്ലാ ഫാമിലിയിൽ നിന്നും അല്ലെ എല്ലാ ക്ലയൻറ്റ് സൈഡിൽ നിന്നും എല്ലാ ഇവന്റ് കമ്പനീസിനും വേണം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ നമുക്ക് ആ ഒരു പ്രോഗ്രാം സമയത്തായാലും ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ, അതായത് നമുക്കിപ്പം എത്രയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നടക്കുന്ന ചില ഡിസിഷൻസ് ഉണ്ട്, അത് നമ്മൾ തന്നെ എടുത്ത് തന്നെ ആവണം. അപ്പോൾ അവിടെ നമുക്ക് ഒരു എന്താ പറയുക, ഇപ്പം അവിടെ കുടുംബത്തിലുള്ള അമ്മാവന്മാരോ അല്ലെ അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോഴത്തേക്ക് ചില ആൾക്കാരുണ്ട് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ വെറുതെ ഒരു കാര്യവും ഇല്ല ഒന്നാളാവാൻ വേണ്ടിയിട്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇതെല്ലാവരെയും പറ്റി പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 100 കല്യാണം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു 40 കല്യാണത്തിനകത്ത് അങ്ങനെ വരുന്നത് മാത്രമേ, ബാക്കിയുള്ളതിനകത്തെല്ലാം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടല്ലെന്നല്ല, മനസ്സിലായി. ഇത് എല്ലാവർക്കും കണക്ട് ആവും ഈ പറയുന്നത്. ആ സമയത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു ബ്രൈഡ് ആയാലും ഗ്രൂം ആയാലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്രൈഡ് എൻട്രി അല്ലെങ്കിൽ ഒരു ഗ്രൂം എൻട്രി എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പോൾ ഈ ബ്രൈഡ് എൻട്രി ഗ്രൂം എൻട്രി വരുമ്പോൾ തന്നെ നമ്മൾ ഒരു കോർഡിനേറ്റേഴ്സ് അവന് ചുറ്റും കാണും. അവിടെ ഈ പറഞ്ഞ ഡാൻസുകാരോട് അല്ലെങ്കിൽ അവിടെ വരുന്ന ആർട്ടിസ്റ്റുകളോട് ഞങ്ങൾക്ക് ഒരു കോർഡിനേഷൻ കാണും, ഫോട്ടോഗ്രാഫേഴ്സിനോട് ഒരു കോർഡിനേഷൻ. കാരണം ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ ഫ്രെയിം കിട്ടും. കാരണം നമുക്കാണ് അറിയാവുന്നത് ഞങ്ങൾ എന്താണ് ചെയ്തു വെച്ചേക്കുന്നത്. ഈ ശാന്തിയോട് പറയും ഇതുപോലെ ഇതുവഴിയായിരിക്കും വരുന്നത്, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറ്റോ. അപ്പോൾ ഈ മെയിനായിട്ട് ഞങ്ങൾ നോക്കുന്നത് ഫോട്ടോഗ്രാഫേഴ്സോടെ, കാരണം അവരും ഞങ്ങളും കൂടെയുള്ള സിങ്കാണ് എപ്പോഴും ഒരു കല്യാണത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇനി എത്ര ഡെക്കോർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നല്ല ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അപ്പോൾ പരിപാടി അടിപൊളി. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടുള്ള സിങ്കിങ് ഭയങ്കര ഇതാണ്. ഇനിയും ആ സമയത്തായിരിക്കും ബ്രൈഡ് അവിടുന്ന് വരുന്നു, പിന്നെ നമ്മുടെ താലപ്പൊലിക്കാർ വരുന്നു, ഡാൻസേഴ്സ് ഓണായി, മ്യൂസിക് ഓണായി, നടന്ന് അങ്ങോട്ട് വരുമ്പോഴായിരിക്കും ഒരാൾ നടുക്കോട്ട് കയറിയിട്ട് ബാബാ സമയം കയറിക്കോ. അപ്പം അവിടുന്ന് ഇത്രയും ഒരു ലോങ് ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നടുക്ക്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലേ? നല്ലൊരു മൊമെന്റ് അവർ സ്പോയിൽ ചെയ്ത് കഴിയും. ഇനി ഇവര് ചെന്ന് ഇപ്പൊ ഇതുപോലെ വന്ന് എന്ന് സ്റ്റേജിനകത്ത് കയറി നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില പെർഫോമൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ നിന്നായിരിക്കും തീരുന്നത്, അല്ലെങ്കിൽ ഇവരെ ഒരു സജഷന് വെച്ചുകൊണ്ടായിരിക്കും ബാക്കിയുള്ളത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിനോട് പറയാം, അവർ ചെയ്യാൻ റെഡിയാണ്. കാരണം അവർക്ക് നല്ല ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പിന്നെയും വർക്കുകൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അവർക്ക് നല്ല ഫോട്ടോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഇവരെ ഒരു സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ നല്ല ഇതാണ് പ്ലാൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം അവിടെ ഉണ്ടാകത്തുള്ളൂ. ഇതിനിടയ്ക്ക് ചിലപ്പം ചില പൂജാരികൾ നമ്മളിപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് തീരേണ്ട സാധനങ്ങൾ ചിലപ്പം അതെല്ലാവരും ഇല്ല കേട്ടോ. ഈ പറഞ്ഞ ഒത്തിരി പൂജാരികൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിലർ ആവശ്യമില്ലാത്ത കുറച്ച് ചടങ്ങുകൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചടങ്ങുകൾ കൂടുതലാകുമ്പോഴത്തേക്ക് ഈ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫേസിൽ തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇവർ എന്തോ ചെയ്യുന്ന അടുത്ത് എന്തോ ടെൻഷനൊക്കെ ആവശ്യമില്ലാതെ കയറി വരും. സോ ഇവരെ ആദ്യമേ നമ്മളൊന്ന് കംഫർട്ടബിൾ ആക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം ഉണ്ടല്ലോ. അവിടെ ഈ പറയുന്ന പ്രായമുള്ളവരെ ആ ഒരു സിംഗിൾ ചില സ്ഥലങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് ഒരു കല്യാണത്തിന് ഫോട്ടോഗ്രാഫറിൻ്റെ ക്യാമറ ഒരു പ്രായമായ ഒരാൾ ഞങ്ങൾ ലൈവായിട്ട് കാണുമായിരുന്നു. പുള്ളിക്കാരനെ ഒന്ന് ജസ്റ്റ് മാറി നിൽക്കുമ്പോൾ തലയിട്ട് സമയമായിരുന്നു. അപ്പോൾ ആൾ ക്യാമറയായിട്ട് ഇങ്ങനെ പോവാം, ക്യാമറയ്ക്ക് ഒറ്റ തട്ട് വെച്ച് കൊടുത്തു, ക്യാമറ അങ്ങ് താഴെ പോയി. അപ്പോൾ അത് എന്നിട്ട് പുള്ളി എന്തോ ഒരു വിജയ് ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക, ഈ മനുഷ്യനെ മറിച്ചിട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ പക്ഷേ ശരിക്കും ആ ആളുടെ അത്രയും എത്ര രൂപ മുടക്കി വാങ്ങിക്കുന്ന ക്യാമറ ആയിരിക്കും. അതിപ്പോൾ നമ്മളുടെ ഫീൽഡിലുള്ള ആളായതുകൊണ്ടല്ല, ഒരാളുടെ അടുത്തും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ആളുടെ ജോലിയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് ഇവരാരും മനസ്സിലാക്കുന്നില്ല. എന്തോ ശത്രുക്കളെ പോലെ ഫോട്ടോഗ്രാഫേഴ്സിനെ കാണുന്ന കല്യാണത്തിന് ഈ പറയുന്ന ഫോട്ടോസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവരെ തന്നെ സ്റ്റേജിനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു താലി കിട്ടുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ലോസ് ഫോട്ടോസ് ഒക്കെ എടുക്കണമല്ലോ. ഇപ്പോൾ ഈ പറയുന്ന പോലെ പിന്നെ കുങ്കുമം തൊടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ മോതിരം ഇടുന്നത്, താലി കിട്ടുന്നത്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന്
എടുത്തു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന രീതി സാധനം കിട്ടത്തില്ല. അപ്പോൾ അത്രയും അടുത്ത് എന്നുള്ള ടൈറ്റ് ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ എല്ലാം ബാക്ക് കാണാനാണോ ഞങ്ങൾ നിൽക്കുന്നത്, ഇതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം ഞങ്ങളെ ചിലർ വഴക്ക് പറയും, നിങ്ങൾ ആൾക്കാരോട് മാറാൻ പറ ഞങ്ങൾ കാണട്ടെ. ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാരണം അവർക്ക് അവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഫോട്ടോസ് കിട്ടത്തില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നാളെ അവസാനം ഇവർ കല്യാണം കഴിഞ്ഞവർ ഇവരങ്ങ് പോവുകയും ചെയ്യും. നാളെ ആൽബം കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് പേയ്മെന്റ് കിട്ടത്തില്ല. ഇത് എല്ലായിടത്തും നടക്കുന്നൊരു സംഭവമാണ്. ഇത് ശരിക്കും ആ ക്ലയന്റിനെ കൊണ്ട് തന്നെ മൈക്കിൽ അനൗൺസ് ചെയ്യിപ്പിക്കണം. ക്യാമറ ടീം ഒക്കെ കൂടെ ഉണ്ടാവും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞങ്ങൾ പറഞ്ഞിട്ടാ മിക്ക ക്ലയൻസും പറയുന്ന ഒരു സാധനം എന്താണെന്നറിയോ, നേരത്തെ പറയാം അതെ കുറച്ച് പേര് വരും കേട്ടോ, നിങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ അതുകൊണ്ട് മാറ്റി നിർത്തിയേക്കണേ എന്നുള്ള രീതി മിക്ക ക്ലയൻസും നേരത്തെ തന്നെ പറയാം. കാരണം അവർക്ക് മാറ്റി കഴിഞ്ഞാലും പ്രശ്നമാണ്, മാറ്റി കഴിഞ്ഞ് ഞങ്ങൾ അമ്മാവനാ ഞങ്ങൾ വലിയച്ഛനാ നിങ്ങൾ ആരാ പറഞ്ഞാൽ മാറ്റാൻ എന്നുള്ള രീതി ഭയങ്കര പ്രശ്നം. ഇതിനേക്കാട്ടിൽ ഏറ്റവും കോമഡി ഈ കല്യാണം നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫോട്ടോഗ്രാഫേഴ്സ് മാറിയിരിക്കാൻ വേണ്ടിയിട്ട് വഴക്ക് പറയും. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഇത്രയും ഒരു 1000 പേര് വരുന്ന ക്രൗഡിന് എല്ലാവരുടെ മനസ്സിൽ പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ പോവാന്നുള്ളത്. പിന്നെ സ്റ്റേജിനകത്തൊരു ബഹളമായിരിക്കും. അപ്പം അവർ ഇതുവഴി കയറുന്നു അതുവഴി കയറുന്നു, പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ പോവുക. അപ്പം ഫോട്ടോഗ്രാഫേഴ്സിന് ആകെപ്പാടെ വട്ട് പിടിക്കും. ഞങ്ങളുടെ ഇങ്ങനെ ക്രൗഡ് മാനേജ്മെന്റ് ടീം എന്തോ ചെയ്യണമെന്ന് അറിയാൻ നിൽക്കും. ക്ലൈൻറ്റ് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ അവസ്ഥ, ഇവിടുന്ന് ഒരാൾ വരുന്നു, അവരാണെങ്കിൽ മൊത്തത്തിൽ ഈ ലൈറ്റിൻ്റെ ഇടയ്ക്ക് ചൂടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പം അതൊക്കെ ചില കല്യാണങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട്, ഇപ്പം നമ്മളിപ്പോൾ ഒരു സൈഡിൽ കൂടെ കയറി മറ്റേ സൈഡിൽ കൂടെ ഇറങ്ങണം, അല്ലെ നിങ്ങൾ അങ്ങനെ വേണം പോകാനൊക്കെ പറഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് കേൾക്കും. ചില സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങളാരെ ഇതൊക്കെ ചോദിക്കാൻ, നിങ്ങളോട് മാറിയിരിക്കും, ഞങ്ങൾ പറയും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പേയ്മെന്റ് മേടിക്കും ക്ലയന്റിന്റെ അടുത്ത്. ചിലപ്പം സ്റ്റേജ് മൊത്തം ഭയങ്കര ക്രൗഡ് ആയിരുന്നല്ലോ, നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് എന്തുകൊണ്ട് മാനേജ് ചെയ്തില്ല, മാമനാണ് പറഞ്ഞത് മാറിയിരിക്കാൻ. ഞങ്ങൾ എന്താണ് പലയിടത്തും ഇങ്ങനെയൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. നല്ല അത്യാവശ്യ അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പരിധി വരെ. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ക്ലയൻസിന് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഞങ്ങൾ ഇവരെ നന്നായിട്ട് ഡീല് ചെയ്യാൻ ഒരു പരിധി വരെ. എന്നാലും നടക്കുന്നുണ്ട്. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ എല്ലാ കല്യാണത്തിലും പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ഒരു ആചാരമാണ് താലി കെട്ടുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു അമ്മാവനോ ഇതാരും കളിയാക്കുന്നില്ല, ഇത് എല്ലാവർക്കും കണക്റ്റ് ആവും. ആവശ്യമില്ലാതെ വന്നിട്ട് കെട്ടാക്കെടു ഇത് ഈ കെട്ടുന്ന ചെക്കൻ വരെ പേടിച്ചു പോകും. ഒന്നാമത്തെ ടെൻഷനായിട്ടായിരിക്കും കെട്ടാൻ പോണേ, അതങ്ങോട്ട് കെട്ടാക്കെടുന്ന് പറയുമ്പോഴത്തേക്കും അവന്റെ ഈ ആവശ്യമില്ലാതെ പേടിപ്പിക്കുന്ന ഒരു ടീം വരും. അതില്ലെങ്കിലും നമുക്കവിടെ എല്ലാ പരിപാടിയും മര്യാദക്ക് നടക്കും. ആ പൂജാരി അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ കുറെ ടീമുകൾ വരാറില്ലേ? അയ്യോ, എല്ലാ കല്യാണത്തിനും. അതായത് എന്ത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കല്യാണം കഴിക്കാൻ പോകുമ്പോൾ തന്നെ ഇവർ ഓൾറെഡി എങ്ങനെ കെട്ടണം എന്നുള്ളത്, ഇപ്പോൾ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാം ഇവർ ഓൾറെഡി എങ്ങനെ കെട്ടണം എന്ന് അവരൊന്ന് നോക്കുമല്ലോ, ചരടൊക്കെ വെച്ച് കെട്ടിയൊക്കെ നോക്കിയിട്ട്. പക്ഷെ അവിടെ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ കംപ്ലീറ്റ് കോൺഫിഡൻസ് തകർത്തുകളെ, തിരിക്കുക ആകെപ്പാടെ പ്രശ്നമാണ്. അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി ഇങ്ങനെ കറങ്ങുക. അപ്പം ഇങ്ങനെ വേണം കറങ്ങാം, അല്ല ഇത് വലത്താ. ഇത് ഇവര് തമ്മിൽ ഇപ്പൊ ചിലപ്പം ഈ ചില സമുദായത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ പേര് പ്രശ്നം. ഇങ്ങനെയല്ല, ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ്, ഇങ്ങനെ കറങ്ങുക. അത് പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ട്രിവാൻഡ്രവും പിന്നെ കാസർഗോഡും ഉള്ള പെണ്ണും ചെക്കനും ആണെങ്കിൽ ട്രിവാൻഡ്രത്തെ ചടങ്ങുകളുടെ ഇതിലല്ല ഹിന്ദു വെഡിങ് അവിടെ നടക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരും. ഒരിടത്ത് ഇരുന്നിട്ടാണെങ്കിൽ ഒരിടത്ത് നിന്നിട്ടായിരിക്കും. ഒരിടത്ത് മറ്റേ എന്താ ചെറുക്കൻ ആ സമയത്ത് എഴുന്നേറ്റ് നിന്ന് കൊടുക്കുക, അല്ലെ പെണ്ണ് എഴുന്നേറ്റ് നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരിടത്ത് ഇരുന്നിട്ട് തന്നെ വാങ്ങിക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളാണ്. ഈ 14 ജില്ല എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ കൂടുതലും ചെയ്യുന്ന ഹിന്ദു വെഡിങ്സ് ആണ്. ഈ 14 ജില്ല എടുത്തു കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും ഓരോ സ്ഥലം, അതായത് ഓരോ ദേശാചാരം അനുസരിച്ചിട്ട് അവിടെ ചടങ്ങുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് 14 ജില്ലയിലെ ചടങ്ങുകൾ പഠിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഓരോ ജില്ലയിലും ഓരോ സൈഡിലത്തെ അല്ലെങ്കിൽ ഓരോ മതത്തിൽ, ഇപ്പം ഈ പറയുന്ന നായർ വെഡിങ്ങിൻ്റെ ഒരു രീതിയാണ്, ഈഴവ വെഡിങ്ങിൻ്റെ വേറൊരു രീതിയാണ്, ബ്രാഹ്മൺ വെഡിങ് വരുമ്പോൾ വേറൊരു രീതിയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ സ്റ്റേജിനകത്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ വരെ വ്യത്യാസമാണ്. ഓരോ ഈ പറയുന്ന പൂജ അറേഞ്ച്മെന്റ്സ് ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇത് പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ഇതിൽ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ചടങ്ങുകളെല്ലാം പോകുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു ഡിഫറൻസ് ആണെങ്കിൽ പോലും ഹിന്ദു വെഡിങ്ങിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ അത്ര നന്നായിട്ട് നോക്കണം. ഇപ്പം ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്, കിണ്ടിയുടെ വാലിപ്പം കിഴക്കോട്ട് വെക്കണം എന്നുള്ളത് ഒരു ഇച്ചിരി ഒന്ന് ചരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും. അത് കിഴക്കോട്ട് തന്നെ ഫേസ് ചെയ്യണം. അത് ഒരിക്കലും മറ്റേ ചെറിയ ചെരിവ് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണ് ഹിന്ദു വെഡിങ്ങിനകത്ത് വെക്കുന്നതിൻ്റെതായിട്ടുള്ളൊരു കാര്യങ്ങളും എല്ലാം അതിനകത്ത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മള് ശരിക്കും ഈ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ രാവിലെ പ്രാർത്ഥിക്കൂലേ, മഴ പെയ്യല്ലേ? രാവിലെ അല്ല, ഒരാഴ്ച മുന്നേ പരിപാടി ഈ ഓപ്പൺ സ്റ്റേജ് ഒക്കെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പിന്നെ ചെയ്യുക? ഒരു വലിയൊരു മഴ പരിപാടി അങ്ങനെ ശരിക്കും ഒരു എപ്പോഴും ഒരു എല്ലാ ഇവന്റ് കമ്പനീസിൻ്റെ മനസ്സിലൊരു ബാക്കപ്പ് പ്ലാൻ കാണും. ഇപ്പം നമ്മളിപ്പോൾ ഒരു വെന്യൂ റെക്കയ്ക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് പറയുകയാണ് ഇതാണ് സ്റ്റേജ്, ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേജ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഇവൻറ്റുകാരൻ്റെ മനസ്സിലോട്ട് ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സാധനം ഇടും, അവിടെ വണ്ടി എവിടെ കൊണ്ടിടും, ഇതുവഴി സാധനങ്ങൾ കൊണ്ടുവരും, കുറച്ച് സമയം കൊണ്ട് എങ്ങനെ, ഇങ്ങനെയുള്ള കുറേ
തോട്ട്സ് ആയിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഒരു വെഡിങ് ഇവന്റ് പ്ലാൻ, ഒരു പ്രൊഫഷണൽ ഇവന്റ് പ്ലാനറെ തന്നെ ഏൽപ്പിക്കണമെന്ന് പറയുന്നത്. കാര്യം ക്ലയൻറ്റിൻ്റെ മനസ്സിൽ തോന്നാത്ത പല പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഇവന്റ് പ്ലാനറിൻ്റെ കാണും. പലയിടത്തും ഞങ്ങൾ പോയിട്ട് ഇതുപോലൊക്കെ മഴ പെയ്തിട്ടുണ്ട്, സമയത്ത് മഴ പെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ചില ഇടത്തൊക്കെ നിപ്പി നമുക്ക് ഹോള് മാറ്റി ഇൻഡോർ ഹോളിലെടുപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഒരു ഇതൊക്കെ ഹൈ ലെവലിലായിരിക്കും. എങ്ങനെയൊക്കെയാണ് നടത്തില്ല, അരമണിക്കൂർ കൊണ്ട് എന്തായാലും വെന്യൂ ഞങ്ങൾ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെയൊക്കെ തന്നെ പിന്നെ മഴയത്ത് തന്നെ പ്രോഗ്രാം നടന്നിട്ടുമുണ്ട്. നമ്മുടെ ഇല്ല മറ്റേ സിനിമയ്ക്കകത്തെ പോലെ, ഹൃദയം സിനിമയ്ക്കകത്തെ പോലെ നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഒരു ഹൽദിക്ക് പെട്ടെന്നായിരുന്നു മഴ പെയ്തത്, ലെമറിഡിയനിൽ വെച്ചിട്ടായിരുന്നു പെട്ടെന്ന് മഴ. പക്ഷേ അവർ കുറച്ച് ഗസ്റ്റേ ഉള്ളായിരുന്നു, ഒരു ഇൻറ്റിമേറ്റ് പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അവർ ഫുള്ള് മഴ വന്നപ്പോഴത്തേക്ക് ആകെ അടിപൊളി എന്നുള്ളൊരു ഫീൽ അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ ആ ഒരു ഗസ്റ്റിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കണം, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇതുപോലെ നമുക്ക് കോട്ടയം വിൻസർ കാസ്റ്റിൽ ഒരു വെഡിങ്, അത് നമ്മുടെ ഒരു കസിൻ്റെ തന്നെ വെഡിങ് ആയിരുന്നു. അവിടെ ഈ പറഞ്ഞ രാവിലെ വരെ മഴക്കോളുണ്ടല്ലോ, നമ്മളെല്ലാം ഔട്ട്ഡോർ സെറ്റ് ചെയ്ത് ക്ലോത്ത് ഡ്രേപ്പിങ്സും കാര്യങ്ങളും ഫ്ലവേഴ്സും ഒക്കെ ചെയ്ത് രാവിലെ മുതൽ ഇങ്ങനെ മഴ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പം ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ സ്റ്റേജ് ഒന്ന് മാറ്റി അപ്പുറത്തോട്ട് ഇൻഡോറിലോട്ട് ആക്കാം. അപ്പം അവർ പറഞ്ഞു ഇല്ല വേണ്ട, നമുക്ക് മഴയായാലും ചെയ്യാമെന്ന് പറഞ്ഞു. എങ്കിൽ പോലും എൻ്റെ ഒരു ടെൻഷന് ഇല്ല, ഞാൻ വേറൊരു സ്റ്റേജും കൂടെ അപ്പുറത്തേക്ക് സെറ്റ് ചെയ്തു. പെട്ടെന്ന് നിന്ന സാധനങ്ങൾ, ബാക്കിയുള്ള ഇരിക്കുന്ന സാധനങ്ങൾ ചെറിയൊരു ഫോട്ടോ എടുക്കാൻ, സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുക്കാൻ ഒരു ബാക്ക് കൂടെ അങ്ങ് സെറ്റ് ചെയ്തു. ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, പക്ഷെ അടിപൊളിയായിട്ട് പോയി. ആ മഴയത്ത് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പം അന്ന് ആ ക്ലയൻറ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ചേട്ടാ കുഴപ്പമില്ല, മഴയാണെങ്കിൽ നമുക്ക് നനഞ്ഞുകൊണ്ട് ചെയ്യാം. പക്ഷെ എത്ര പേര് അങ്ങനെ പറയും? അങ്ങനെ ഒരു ഇത് വലിയ നമ്മുടെ ഈ സിറ്റുവേഷനൊപ്പം നിൽക്കുന്ന ക്ലയന്റ് ആണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ ഉത്തരവ് നമ്മളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ വിശ്വാസമാണ് എന്ന് ചിന്തിക്കുന്ന ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട്. എനിക്ക് തോന്നുന്നു പൊതുവേ നമുക്ക് വരുന്ന ആൾക്കാരൊക്കെ ഇനി അവരുടെ വൈബിന് നമ്മൾ സെറ്റ് ആവുന്നത്, നമ്മുടെ വൈബിന് അവർ സെറ്റ് ആവുന്ന അറിയത്തില്ല. എല്ലാവരും ഓൾമോസ്റ്റ് ഒരു ഫാമിലി പോലെ ഭയങ്കരമായിട്ട് സിങ്ക് ആവും. ഞങ്ങൾക്ക് ഓരോ കല്യാണം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഓരോ ഫാമിലീസ് അത് വെറുതെ എന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഭയങ്കര നമ്മൾ മെന്റലി അത്രയും ഭയങ്കര ഒരു അറ്റാച്ച്ഡ് ആയിരിക്കും അവരുമായിട്ട്. അവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അവരുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു പരിപാടി നിങ്ങൾ കൂടെ നടത്തി കൊടുക്കല്ലേ. അല്ല, പല ഇവന്റുകാരും പറയാറുണ്ട് മറ്റേ ഇവന്റ് കഴിഞ്ഞിട്ട് പേയ്മെന്റ് കിട്ടിയിട്ടില്ലെന്ന്. ഞങ്ങൾക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആരും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ബാക്കി എല്ലാ പ്രശ്നവും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അതാണ് അതിന്റെ ആൻസർ. അവർക്ക് ഫുള്ള് ടെൻഷനാ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുവാന്നല്ലോ എന്ന് ഓർത്തിട്ട്. അത്രയും നല്ല ആൾക്കാരാണ് നമുക്ക് വന്നിട്ടുള്ളതെല്ലാം. ശരി. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഇപ്പോൾ നല്ല നല്ല അപ്രിസിയേഷൻ എല്ലാം കേട്ടിട്ടുണ്ടാവും. എന്നാലും ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാതെ നിങ്ങളോട് നന്ദി പറഞ്ഞ ഒരു മൊമെന്റ് ഏതെങ്കിലും പറയാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഒരാളെ മാത്രം എടുത്ത് പറയാൻ പറ്റില്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇമോഷൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ക്ലൈന്റിന്റെ അമ്മയായിരുന്നു കംപ്ലീറ്റ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ എല്ലാം ഭയങ്കര വിഷനുള്ള ആളാണ്. അപ്പോൾ ഇതിങ്ങനെ വേണം, മോളിങ്ങനെ വരണം, അങ്ങനെ. പക്ഷെ ബ്രൈഡിനെ സംബന്ധിച്ചിട്ട് ആൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്യണം. ഒന്നാമത് ആൾ ബിസി ആയിരുന്നു, എന്തോ എക്സാം കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. പക്ഷെ അമ്മ ഓരോ കാര്യങ്ങളും ഇതിങ്ങനെ വേണം, അങ്ങനെ വേണം, ആളുടെ ബ്രൈഡിൻ്റെ കോസ്റ്റ്യൂം ആയാലും എല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു ഡ്രീം കണ്ടിരുന്ന ഒരാളാണ് അമ്മ. അപ്പം ഫുള്ള് ടെൻഷനുമായിരുന്നു. അപ്പം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5-6 കല്യാണത്തിൻ്റെ സദ്യ പോയിട്ട് കഴിച്ചു നോക്കി. അത് കഴിഞ്ഞിട്ടാണ് മോളുടെ കല്യാണത്തിന് വേണ്ട സദ്യ ബുക്ക് ചെയ്തത്. ഏറ്റവും ബെസ്റ്റ് വരുന്ന ഗസ്റ്റിന് കൊടുക്കണം എന്ന ആൾക്ക് അത്ര നിർബന്ധമായിരുന്നു. അപ്പം ഞങ്ങൾക്കും ശരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. ഓരോ ചെറിയ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം കല്യാണം കഴിഞ്ഞ പെട്ടെന്ന് തന്നെ അന്നത്തെ വലിയൊരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മണ്ഡപമായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ സമയം കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പം ഏതാണ്ട് ഗ്രൂമിൻ്റെ സ്വീകരണത്തിന് തൊട്ട് മുമ്പ് നമ്മൾ ലാസ്റ്റ് ലൈറ്റ് കത്തിച്ചത്. വളരെ ചുരുക്കം ചില സമയത്ത് മാത്രമാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചായിരുന്നു ആ ഒരു മൊമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും അമ്മ കംപ്ലൈൻറ്റ് പറയും, ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ആ സമയത്ത് തീർത്തിട്ടില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് ആൾ വന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാതായിരുന്നു, കെട്ടിപ്പിടിച്ച് കണ്ണൊക്കെ നിറഞ്ഞ്. അവസാനം ഞാനും ഞങ്ങളുടെ സ്റ്റാഫും എല്ലാവരും കരഞ്ഞുപോയി. കാരണം ഞങ്ങൾക്കും അത്രയും ഭയങ്കര എന്താ പറയുക, ഇമോഷണലി ഞങ്ങളും ആ വെഡ്ഡിങ്ങിന് അത്രയും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്താവും. എന്നിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ഒത്തിരി ലാസ്റ്റായിട്ടാണ് അത് തീർക്കാൻ പറ്റിയെന്നുള്ളൊരു ടെൻഷനിൽ ഞങ്ങൾ ആളെന്തായാലും കംപ്ലയിൻറ്റ് പറയുമെന്ന് വെച്ചിരുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ളൊരു റിവ്യൂ ആയിരുന്നു വന്നത്. അത് ഭയങ്കരമായിട്ട് നമുക്ക് ലൈഫിൽ ഒരിക്കലും പിന്നെ കഴിഞ്ഞ 1 ഇയർ ആയിട്ടുള്ളവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ കറക്റ്റ് ആ വെഡ്ഡിങ് ഡേറ്റിൻ്റെ അന്ന് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാണ്, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ, ഇന്ന് കല്യാണത്തിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണല്ലോ, അപ്പോൾ നിങ്ങളെയാണ് ഞാൻ ഓർത്ത് വിളിക്കേണ്ടതെന്ന് തോന്നി, അതുകൊണ്ട് ഓർത്ത് വിളിച്ചത്. ശരിക്കും പറയുമ്പോൾ തന്നെ അത്രയും ഭയങ്കരമായിട്ട് എന്താ പറയുക, അത് അത്രയും ദിവസങ്ങളിൽ കൂടെ കടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത്
ഒരു കണക്ഷൻ ഒത്തിരി ക്ലയൻസ് ഉണ്ട് ഒരുപാട് പേരുണ്ട്. പലരും നമ്മളെ മിക്കപ്പോഴും വിളിക്കുന്നവരുണ്ട്. ഈവൻ ഇപ്പൊ എനിക്ക് ആക്ച്വലി പറയാ 2 സിസ്റ്റേഴ്സും കൂടിയുണ്ട്. കുറേ പേരുണ്ട് അങ്ങനെ റെഗുലറായിട്ട് ഒരു ദിവസം എൻ്റെ ഒരു മെസ്സേജ് കണ്ടില്ലെങ്കിൽ എന്നെ ഓർത്ത് വിളിക്കുന്ന ഒരാളുണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു ബ്രൈഡിന്റെ അനിയത്തിയായിരുന്നു. വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോ കല്യാണം ഓരോ സീസൺ കഴിയുമ്പോഴും കോൺടാക്ട് ലിസ്റ്റ് ഇങ്ങനെ കൂടി വരും. അവിടുത്തെ മോള്, അവിടുത്തെ എത്ര പേർക്ക് അങ്ങനെ, എത്ര ഇവന്റ് കമ്പനീസിന് ശരിക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. ആ കാര്യത്തിൽ ഞങ്ങൾ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ദുബൈയിൽ പോയപ്പോഴായാലും മലേഷ്യയിൽ പോയി, ഓരോരുത്തരത്ത് പോകുമ്പോഴും അവിടെ നമ്മുടെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഫാമിലീസിനേക്കാളും കൂടുതൽ ഫ്രണ്ട്സിനേക്കാളും കൂടുതൽ ഇപ്പം ഈ ഇവന്റ് കഴിഞ്ഞിട്ട് അവരെ ക്ലൈന്റ് ഒന്നും പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒത്തിരി പേരുണ്ട്. കാരണം അവരാകെ ഒരാഴ്ചത്തേക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ പോലും ഒരു ദിവസം നമ്മളുടെ കൂടെ അവര് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മളുടെ കൂടെ കറങ്ങാനായിട്ട് അവർ സമയം കണ്ടെത്തും എന്നുള്ള ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുന്നില്ല. പിന്നെ അവരുടെ ആൽബത്തില് എനിക്ക് ഈ അടുത്തിടയ്ക്ക് ഒരു അമ്മ ആൽബത്തിൻ്റെ ഫോട്ടോ അയച്ചു തന്നു, ബ്രൈഡിൻ്റെ അമ്മ. അപ്പം ഞാൻ ചോദിച്ചു, ആകെ 40 പേജൊക്കെ ഉള്ളൂ ആൽബം. അപ്പോൾ ഈ ആൽബത്തിൽ ഞങ്ങളുടെ ഫോട്ടോയും കൂടെ നിങ്ങൾ ഒരിക്കലും ഞാൻ മറക്കത്തില്ല, എന്നാലും ഒരു കാലത്ത് മറന്നു പോവാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഒത്തിരി ഉണ്ട്. അതെ, ഒരാളെ നല്ല ഒരുപാട് പേരെ അങ്ങനെയാണെങ്കിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെയൊക്കെ പിന്നെ പലയിടത്തും ചെല്ലുമ്പം അച്ഛനില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്മയില്ല, അല്ലെങ്കിൽ ബ്രദറായിട്ട് ആരും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളും ശരിക്കും ഇമോഷണലി നമ്മൾ അങ്ങനെ അങ്ങ് ചേരും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഒരു എമൗണ്ട് വെക്കും, എമൗണ്ടിനകത്തായിരിക്കും നമ്മൾ ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ബഡ്ജറ്റ് ഒന്നും നോക്കത്തില്ല, നമ്മളങ്ങ് ചെയ്യുക എന്നുള്ളത്. ലാസ്റ്റ് മിനിറ്റിലൊക്കെ ചിലപ്പം ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫുകളൊക്കെ പറയും, ഇതൊക്കെ അഡീഷണൽ കൊടുത്തതിന് കോംപ്ലിമെന്ററി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സാറേ അതിന്റെ പൈസ അതൊന്നും കുഴപ്പമില്ല ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അവിടുത്തെ ആളാണ്, കുറഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആവശ്യം. അതാണ് ഇത്രയധികം ബന്ധങ്ങൾ നിങ്ങൾക്ക് വരുന്നത് ഒരുപാട്. അതെ, കാരണം എനിക്ക് തോന്നുന്നു അതുവഴിയാണ് ഞങ്ങൾക്ക് ശരിക്കും നമ്മളങ്ങനെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വേറെ ഇതുവരെ നമുക്കൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. ആകെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ക്ലയൻസ് തന്നെയാണ്. അപ്പോൾ അവർ പലരും പറയാറുണ്ട്, അവർക്ക് ഒരു പരിചയത്തിൽ ഒരാളുടെ കല്യാണം വന്നു കഴിഞ്ഞാൽ അവർ ഓർത്തിട്ട് വിളിച്ചു പറയും. ഇനി ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ ഈ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ തിരക്കിൽ ഇൻ കേസ് ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു 3 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ ക്ലയൻറ്റാണ്. അപ്പോൾ ഈ ആളുടെ ഫോട്ടോസ് അത്യാവശ്യം റീച്ച് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വേറൊരു ക്ലയൻറ്റ് ഇങ്ങനെ ആൾക്ക് മെസ്സേജ് അയച്ചു, ഇവരുടെ ഫോട്ടോഗ്രാഫി നിങ്ങളുടെ വെഡിങ്ങിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇവൻറ്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പറഞ്ഞു, പിന്നെ ഇവൻ്റ് ഒന്നും നോക്കണ്ട, ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ കുറേ തവണ മെസ്സേജ് അയച്ചു. അപ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് വേറൊരു ടീമിനെ നോക്കിയാലോ, എന്നാലും ഒന്നുകൂടെ നിങ്ങളോട് ചോദിച്ചാന്നൊക്കെ പറഞ്ഞു. അപ്പം തന്നെ ആ ബ്രൈഡ് എന്നെ വിളിച്ചു, അഞ്ജലി എന്താ നിനക്ക് ഉത്തരവാദിത്തം ഇല്ലേ, നിങ്ങൾ എന്താ അങ്ങനെ ക്ലൈൻറ്റ് എന്നോട് പറഞ്ഞു നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല മെസ്സേജിനെന്ന്, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം, ഇതാ ക്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് എനിക്ക് അയച്ചു. അത്രയും ബന്ധമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നേ. അതെ, ഉറപ്പായിട്ടും. ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക്, അതായത് ഈ 3 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ ക്ലൈൻറ്റ്, ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് കണ്ണൂർ വേറൊരു ക്ലൈൻറ്റ് മീറ്റിങ്ങിന് ചെന്ന സമയത്ത് അവർ ഹസ്ബൻഡും വൈഫും കൂടി വന്നു ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തു, നമ്മളുടെ ആ ഒരു ദിവസം ഫുൾ അവർ കൂടെ ഉണ്ടായിരുന്നു, തിരിച്ച് ഡ്രോപ്പ് ചെയ്തു. അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നല്ല, എവിടെ ആയാലും നമുക്ക് എന്താ ധൈര്യമായിട്ട് കയറി ചെല്ലാൻ ചെയ്ത് വീട്ടിൽ. അതെ, അങ്ങനെ അതാണ് ഇതുവരെ ദൈവം തന്നൊരു അനുഗ്രഹം എന്ന് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ഒത്തിരി ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് 99% എന്നല്ല 100% നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് എല്ലാവരും എല്ലാ കാര്യവും നിങ്ങളുടെ അടുത്ത് ഏൽപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിൽ ഞാൻ എല്ലാ ഒരു വലിയൊരു വെഡ്ഡിങ് നടക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇത്രയും വലിയ ആർഭാടം നടത്തി കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ട്. ഇങ്ങനത്തെ ചോദ്യം നിങ്ങളുടെ ഇടയ്ക്ക് വരാറുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ളൊരു വലിയൊരു കാര്യമുണ്ട്. എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇവന്റ് കമ്പനീസ് ഇപ്പോൾ ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ 50 ലക്ഷമോ എത്ര ആയിക്കോട്ടെ, അത് പറയുമ്പം അവരുടെ പോക്കറ്റിലോട്ടാണ് പോകുന്നതെന്നാണ് അവരുടെ വിചാരം. പക്ഷേ ഒരു ഇവന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകിൽ എന്തോരോ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നറിയാം. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ തുടക്കം മുതൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെഡ്ഡിങ് കാർഡ് അടിക്കുന്ന പ്രസ് മുതൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ടീം കാണും, മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ടീം കാണും, വീട്ടിൽ തലേ ദിവസം പന്തലിടണമെന്നുണ്ടെങ്കിൽ നോർമൽ പന്തൽ മുതൽ ജർമ്മൻ ടെൻറ്റ് വരുന്ന ആൾക്കാർ കാണും, അവിടെ ലൈറ്റുകാർ കാണും, സൗണ്ടുകാർ കാണും, അല്ലെങ്കിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കേറ്ററിങ്ങിന് വിളമ്പുന്ന ആൾക്കാർ കാണും, ഈവൻ പപ്പടം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വരെ അതിനകത്ത് റോളുണ്ട്, വളരെ വലിയൊരു റോളുണ്ട്. ആരെങ്കിലും ഒരാൾ അവിടെ ഒന്ന് ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ ഇവൻറ്റിനെ ഇതാവും. സോ എല്ലാ വെൻഡേഴ്സിനെയും മാനേജ് ചെയ്യും. ഒന്നും വേണ്ട, രാവിലെ ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഒരു ബസ് കറക്റ്റ് സമയത്ത് എത്തണം, ആ സമയത്ത് 5 മിനിറ്റ് താമസിച്ച് നോക്കി എല്ലാം തിരിയും.
ഈ പറയുന്ന പൂജാരി ആയിക്കോട്ടെ, സ്റ്റേജിനകത്ത് വെക്കുന്ന ലൈറ്റിങ്സ് ആയിക്കോട്ടെ, അവിടെ ഒരു ഫ്യൂഷൻ നടത്തുന്ന ആൾക്കാരായിക്കോട്ടെ, ഒരു ആങ്കർ ആയിക്കോട്ടെ, വരുന്ന ആൾക്കാരെ ജസ്റ്റ് ഒന്ന് കസേരയിൽ ഒന്ന് കൊണ്ടിരുത്താൻ വേണ്ടിയിട്ട് സാർ ഇവിടെ നിന്ന് ഇരുന്നോളൂ അല്ലെങ്കിൽ ഇതുവഴി കയറുമെന്ന് പറഞ്ഞ് ഹോസ്റ്റസിന് വരെ ഒരു കല്യാണത്തിന് വലിയൊരു പ്രാധാന്യം. അപ്പം ഈ പറയുന്ന ആൾക്കാരുടെ ഒരു ചോദ്യമുണ്ട്, അതായത് എന്താ നിങ്ങൾക്ക് പാവപ്പെട്ടവരെ സഹായിച്ചുകൂടെ എന്ന് ചോദിക്കുന്നത്. ശരിക്കും ഈ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ആൾ ഒരു 10-20 ലക്ഷം രൂപ ഒരു കല്യാണത്തിന് സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ 20 ലക്ഷം രൂപ പലർക്കായിട്ട് വിധിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഒരിക്കലും അതൊരു എന്താ എല്ലാവർക്കും അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവുക. പിന്നെ അടുത്തത് നമ്മളെപ്പോഴും നമ്മളുടെ സ്റ്റാഫിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ആ ആളുടെ അത്രയും നാളെ പുള്ളിക്കാരൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് വെറുതെ തരുന്നതല്ല, ആ ആളുടെ ഒരു ഡ്രീം ഡേ അത്രയും നമ്മൾ പെർഫെക്റ്റ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് അപ്പം അത് ആ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അത് എന്താ പറയുന്നത്, അത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉറപ്പായിട്ട് സ്പെൻഡ് ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് പുള്ളി കൊടുത്തില്ലെങ്കിൽ പോലും പലർക്കായിട്ട് പല അർഹിക്കുന്നവരിലേക്കാണ് വരുന്നത്. അർഹിക്കുന്നവരിലേക്ക് തന്നെയാണ് പോകുന്നത്. ചിലപ്പോൾ ഒരു ചെറിയൊരു പെർസെന്റേജ് മാത്രമായിരിക്കും ഞങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം പലർക്കും കൊടുക്കുന്ന കാര്യമാണ്. ആൾക്കാരുടെ കൂട്ടായ്മയല്ലേ. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ കുറെ പാവപ്പെട്ടവരെ ശരിക്കും ആളെ സഹായിക്കുന്നുണ്ട്. കാരണം ഒരു ഉറപ്പായിട്ടും കിട്ടുന്നു. നമ്മുടെ കൂടെ തന്നെ എത്രയോ എന്താ പെർമനന്റ് സ്റ്റാഫ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് വരുമ്പോൾ മാത്രം നമ്മൾ വിളിക്കുന്ന എത്രയധികം സ്റ്റാഫ്, അതുപോലെ ഇത്രയധികം ഇവന്റ് കമ്പനീസിൽ അല്ലെ ഇത്രയധികം കേറ്ററിംഗിന്റെ കൂടെ അത്രയും സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഈ ആൾ അറിയാതെ ആ ആളുടെ മകളുടെയോ മകന്റെയോ കല്യാണത്തിന് ശരിക്കും ഒരു വിഹിതം കൊടുക്കുന്നുണ്ട്. വെറുതെ ഇപ്പൊ പുള്ളിക്ക് എത്ര പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ സഹായിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ മുമ്പേ പറഞ്ഞൊരു നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർ പറയും ഇവർക്കൊരു പാവപ്പെട്ട ഒരു കല്യാണം നടത്തിക്കൂടെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്തൂടെ എന്നുള്ള കാര്യം. പക്ഷെ ഒരാളൊരു കല്യാണം നടത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു 10-200 ഫാമിലിക്ക് അതിനൊരു അതാരും ചിന്തിക്കുന്നില്ല. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെയൊക്കെ ഇതിൻ്റെ വേറൊരു ഫേസും കൂടെ ഉണ്ട്. ആൾക്കാർ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ ഇവൻറ്റ് കമ്പനീസിനോട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരിപ്പോൾ ഇവൻറ്റ് കമ്പനീസിൻ്റെ ഒരു കോസ്റ്റ് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു കോസ്റ്റ്, അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇത് കൂടുതൽ എങ്കിൽ പിന്നെ എനിക്ക് ഡയറക്റ്റ് ഏൽപ്പിച്ചാൽ പോരെ. അതായത് എപ്പോഴും ഒരു ഇവൻറ്റ് കമ്പനി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൺസൾട്ടൻസിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റോളെന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പ്രോഗ്രാം പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് അവരുടെ ഒരു ബഡ്ജറ്റിനകത്താക്കി ഇത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത്, അതായത് ക്ലയൻറ്റ് കാണാത്ത ഫേസിൽ കൂടി ഇതിനെ കണ്ട് വരുന്ന എറർ വരാൻ പറ്റുന്ന എല്ലാ ഏരിയകളും പഴുതുകളും അടച്ച് ഇതിനെ നന്നായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ശരിക്കും ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ചെയ്യുന്നത്. അതിപ്പം വെഡ്ഡിങ്സ് മാത്രമല്ല, നമ്മളിപ്പോൾ വെഡ്ഡിങ്സ് മാത്രമല്ല, അവിടെ പറഞ്ഞ കോർപ്പറേറ്റ് ഇവന്റ്സ് നടക്കുന്നുണ്ട്, അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒരു അമ്പലത്തിൽ നടക്കുന്നതായാലും പോലും ഒരു ഇവന്റ് ആണ്. അതല്ലെങ്കിൽ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്, ഈ എക്സിബിഷൻസ് നടക്കുന്നുണ്ട്, കോൺഫറൻസുകൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മാർക്കറ്റാണ്. അപ്പം അവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവന്റ് കമ്പനി അത് ചെയ്യുന്ന സമയത്ത് അവരെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. ആ ഒരു എഫേർട്ടിന് ശരിക്കും പൈസ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണോ ചെയ്യുന്നത് അവർക്ക് കൊടുക്കുക. പിന്നെ പലപ്പോഴും ഒരു മാൻഡേറ്ററി കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. നമ്മളും ഇപ്പം നമ്മളെ പലരും ഇപ്പോൾ ഫോട്ടോസ് കണ്ടിട്ട് വിളിക്കാറുണ്ട്, വീഡിയോസ് കണ്ട്. അപ്പോൾ അതിൽ ചില പെൺകുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് അവരുടെ കയ്യിൽ അത്രയധികം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ല, പക്ഷേ കല്യാണം ഒന്ന് നന്നാക്കണം. അപ്പോൾ നമ്മൾ പറയും, അതായത് നമ്മൾ ഒരിക്കലും എല്ലാം പ്രീമിയം മാത്രം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടല്ല, ആ ചെയ്യുന്നത് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കുറച്ച് ഗ്രാൻഡ് ആക്കി വിടുകയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയ രീതിയിലാണോ വേണ്ടത് നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അതെ, ഉറപ്പായിട്ടും കസ്റ്റമറെ കംഫർട്ട് ആക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഒരിക്കലും കടം വാങ്ങിച്ചിട്ട് കല്യാണം നടത്താതിരിക്കുക. എല്ലാ ക്ലയന്റിനോടും ഞങ്ങൾ പറയാറുണ്ട് ഒരിക്കലും കല്യാണം നടത്തരുത്, അതിന്റെ ആവശ്യമില്ല. ഉള്ളത് വെച്ചിട്ട് നന്നായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള സജഷൻ ഞങ്ങൾ തരാം. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ റെന്റൽ ആ ഒരു ഏരിയയിൽ ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോഷൂട്ട് നടത്താനുള്ള ഒരു ഏരിയ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ കുട്ടികളെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ തീം സെറ്റ് ചെയ്ത് നമുക്ക് എല്ലാം നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം അടുത്തുണ്ട്, എല്ലാ തരം തീമും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് വേറൊരു കമ്പനിയാണ്, AR വെഡിങ് റെന്റൽസ് ആൻഡ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്നത് വേറൊരു കമ്പനിയാണ്. അത് ശരിക്കും നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ ഇവൻ കമ്പനീസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് അവിടെ. ഇപ്പം അവർക്കിപ്പോൾ ഒരു പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അവർക്ക് റെന്റൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതുപോലെ ഈ പറഞ്ഞ ചെറിയ സ്റ്റുഡിയോ ഫ്ലോറും ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ പ്രോപ്പർട്ടീസ് കം സ്റ്റുഡിയോ ഫ്ലോർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കുറച്ച് പേര് ചെയ്യുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഈ കുഞ്ഞു കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ബേബി ഷൂട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന വലിയൊരു മെറ്റേണിറ്റി ഷൂട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള ഷൂട്ട് അതിന് പറ്റുന്ന ഒരു ഫ്ലോറും ഉണ്ട്. അവിടെ ഫുൾ ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സും അടക്കമുള്ള സാധനങ്ങളുണ്ട്, വിത്ത് ഫുൾ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ വരിക, ഫോട്ടോ എടുക്കുക, നല്ല തീം സെലക്ട് ചെയ്യുക, പോവുക, എല്ലാ ഓപ്ഷൻസും അവിടെയുണ്ട്. എനിക്കല്ല ഓരോ ലൈറ്റിന്റെ അതിന്റെ അളവ് വരെ എഴുതി പോസ്റ്റർ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്, അതിൽ അളവ് വരെ അതിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കൂടുതലൊന്നും ചോദിക്കേണ്ട, നിങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാ പേജുകൾ അങ്ങ് ഫോളോ ചെയ്താൽ മതി. അല്ല ഏതൊക്കെ പേജുകൾ, ഇപ്പോൾ എത്ര പേജ് ഉണ്ട് നമുക്ക്?
നമ്മളിപ്പോൾ ഒരു 6-7 പേജ് ശരിക്കും നമ്മളുടെ മെയിൻ എന്ന് പറയുന്നത് ഇവന്റ്സ് ആയതുകൊണ്ട് തന്നെ വെന്യൂ ഇവന്റ് പ്ലാനേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ബൈ രാഹുൽ ആൻഡ് അഞ്ജലി എന്നുള്ളതാണ് മെയിൻ പേജ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതലും ഇപ്പം നമ്മൾ എല്ലാം ഹിന്ദു വെഡിങ്സ് മാത്രമാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ മറ്റുള്ളവരാരും നമ്മളെ അറിയാത്തവരാരും നമുക്ക് ക്രിസ്ത്യൻ വെഡിങ്സോ മുസ്ലിം വെഡിങ്സോ ഒന്നും വന്നു കഴിഞ്ഞാൽ വിളിക്കാറില്ല. ബിക്കോസ് അവർ കാണുമ്പോൾ ഇതാണല്ലോ കാണുന്നത്. അതെ, അപ്പോൾ നമ്മൾ വെന്യൂ സെലിബ്രേഷൻസ് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള നമ്മൾ ഈ ഒരു ക്രിസ്ത്യൻ വെഡിങ്സ് ആയാലും മുസ്ലിം വെഡിങ്സ് ആയാലും റിസപ്ഷൻസ് ആയാലും ഒക്കെ ചെയ്യുന്നത് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെലിബ്രേഷൻസ്. അതെ. പിന്നെ മൂന്നാമത്തതാണ് നമ്മളുടെ ഈ പറഞ്ഞ കിഡോസ് ദ പാർട്ടി പ്ലാനർ എന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേസ്, ബാപ്റ്റിസം, അങ്ങനെ കൈൻഡ് ഓഫ് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലോറും എല്ലാം നമ്മുടെ തീമുകളെല്ലാം ഉള്ള ഒരു പേജ്. അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇവന്റ് കമ്പനീസിനെ ഇത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ക്ലയൻസിനാണെങ്കിലും പുറത്തിരുന്നുകൊണ്ടൊക്കെ അവർക്കൊരു വെന്യൂ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെന്യൂ സീരീസ് ബൈ രാഹുൽ ആൻഡ് അഞ്ജലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതെ, ഇൻസ്റ്റാഗ്രാം പേജിന് കുറവൊന്നുമില്ല, ഒരുപാടുണ്ട്. വെഡിങ് റെന്റൽസ് ആൻഡ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറഞ്ഞ നമ്മളുടെ റെന്റൽസിന്റെ ഒരു വെഡിങ് ടോക്സ്. അതാണ് നമ്മുടെ മെയിൻ. അതെ, വെഡിങ് ടോക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് പണ്ട് ഞാൻ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും പലരും ചോദിക്കുമ്പോൾ അത് ഇതെങ്കിൽ ഇത് എവിടെ കിട്ടും, ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് പലരും പറഞ്ഞു തരാത്തൊരു അതുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നീ നന്നാവണ്ട എന്നുള്ള രീതിയിൽ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി, കാരണം അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT ജെമിനയും ഒക്കെ ഉള്ള സമയത്താണ് നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർ പറഞ്ഞു എന്തെങ്കിലും ചോദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനം ഡിസൈൻ അടക്കം കിട്ടുന്നൊരു കാലമാണ്. അപ്പം അവിടെ നമ്മൾ അടച്ചു വെച്ചിട്ട് കാര്യമില്ല. സോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ടിപ്സ് ആയാലും ബാക്കിയുള്ളവർ എക്സ്പീരിയൻസ് ആയാലും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു ഫീൽഡിലോട്ട് പുതിയതായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട്, കാരണം എല്ലാവർക്കും ഉള്ള മാർക്കറ്റ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒരാളൊരു കോമ്പറ്റീറ്റർ വന്നുകൊണ്ട് ആ ഒരു പ്രോഗ്രാം നന്നാവത്തേ ഉള്ളൂ, ഒരിക്കലും അവിടെ ഒരു കോമ്പറ്റീഷൻ കൊണ്ട് കുറഞ്ഞു പോകത്തില്ല. ഞങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നത് പറഞ്ഞാൽ കോമ്പറ്റീഷൻ വിത്ത് കൊളാബറേഷൻ എന്നുള്ള സംഭവമാണ്, ഒരിക്കലും കോമ്പറ്റീഷൻ അല്ല. ഓക്കെ, എന്തായാലും കൊള്ളാം. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് പോകുന്നു. ധൈര്യമായിട്ട് ആർക്കും എന്തും നിങ്ങളുടെ 2 കയ്യിലേക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ഭദ്രമാണെന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടും. ഉറപ്പാണത്, കാരണം അത് നിങ്ങൾ തന്നെ തെളിയിച്ചിട്ടുള്ള. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഇവൻറ്റ് ടീമിനെ നമ്മൾ കണ്ടെത്തി ആരാണ് ബെസ്റ്റ് എന്നുള്ളതാണ് എല്ലാവരും ഉള്ള ടെൻഷൻ. അവരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനം, സ്വന്തം മോളെ ഏൽപ്പിച്ച് കൊടുക്കുന്ന പോലെയാണ് ഒരു കുടുംബത്തേക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് നിങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങളുടെ വർക്കുകൾ ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങളോടുള്ള വിശ്വാസം ഒരുപാട് ആൾക്കാർ അത് നിങ്ങളുടെ അടുത്ത് അർപ്പിച്ചിട്ടുണ്ട്. ഈ സേവനം എല്ലാവരിലേക്കും എത്തട്ടെ. ഇപ്പോൾ 14 ജില്ലയിലാണ്, അതും കഴിഞ്ഞ് പുറത്തേക്ക് പോകട്ടെ എല്ലാവരിലേക്കും. ഈ സേവനത്തിന് GST ഇൻക്ലൂഡഡ് ആണ്. ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് GST. കാരണം പണ്ടൊക്കെ ഇത്രയും പ്രശ്നമില്ലാതെ ഇപ്പം നാളെ പറഞ്ഞാൽ ഞങ്ങളായാലും ഒരു സർവീസ് കൊടുക്കുമ്പം ഇൻക്ലൂഡിങ് GST ഇല്ലെങ്കിൽ ഞങ്ങൾ ആ വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെ ചിന്തിച്ചു. കാര്യം ഒരു പരിധിവരെ നമ്മൾ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ നാളെ അത് പിടിക്കപ്പെടും. എങ്കിൽ പിന്നെ അത് എല്ലാം കറക്റ്റായിട്ട് തന്നെ. അതെ അതെ. പക്ഷെ അതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. നമുക്കിപ്പോൾ ഒരു മാസം ഇത്ര എൻക്വയറീസ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു എന്താ പറയുക 10%, ഒരു 5% ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള അത്രയും ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്നുള്ളൂ, ഞങ്ങൾ അവരെ ഏൽപ്പിച്ചോളാം. അപ്പോൾ നമുക്കവിടെ നേരത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു അയ്യോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പക്ഷെ ഇപ്പം വേണ്ട, വേണ്ട, നമുക്ക് സത്യസന്ധമായിട്ട് മാത്രം മതി. എന്തായാലും സത്യസന്ധമായിട്ടുള്ള ബിസിനസ് തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, വളരെ നന്നായിട്ട് എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും എല്ലാവരിലേക്കും ഈ സേവനം എത്തട്ടെ. ഇങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, അതായത് ഈ കാണുന്ന എല്ലാവർക്കും വേണ്ടത്. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ, ഇത്രയും സമയത്തുള്ള ഒരുപാട് വിശേഷങ്ങളാണ് പറഞ്ഞത്. ഇത് ഇനിയും കുറേ ചർച്ച ചെയ്യാണ്ട്, കാരണം ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനത്തിനും നിങ്ങളുടെ ക്ലയൻസിനും എല്ലാവർക്കും ഞങ്ങൾ അർപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.